Hi, hello. Welcome to iPlus Training Solution. സോ യു ജി സി നെറ്റ് ഹിസ്റ്ററിയുടെ PYQ ഡിസ്കഷൻ സീരീസ് ആണ് നമ്മൾ നടത്തുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 2025 റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് ആൻഡ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നമ്മൾ ഇന്ന് പിക്ക് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാം. ലൈക്ക് മിഡീവൽസിലെ ഒരുമിച്ച്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലേത് ഒരുമിച്ച്, ആൻഷ്യന്റിലേത് ഒരുമിച്ച് എന്നുള്ളത്. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അറേഞ്ച് ദ ഫോളോയിങ് ഈവന്റ്സ് ഓഫ് ദ 15th സെഞ്ചുറി ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. ഓക്കെ, സോ എപ്പോഴും എന്ത് ചെയ്യാം, എല്ലാ എക്സാമിനും എനിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഹിസ്റ്ററി ഇറ്റ് സെൽഫ് ഈസ് എ ക്രൊണോളജി എന്നുള്ളതാണ്. നിങ്ങൾ മാക്സിമം ക്രൊണോളജിയും മാക്സിമം ഫാക്ട്സും നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ പഠിക്കുന്ന എല്ലാ ഇവന്റ്സും എന്ത് ചെയ്യാം, ക്രൊണോളജിക്കലി തന്നെ പഠിക്കാം. ബേസിക് നിങ്ങൾ മിഡീവൽ ട്രാവലേഴ്സിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ആരാണ് ആദ്യം വന്നത് എന്നുള്ളത് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോയാൽ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും, കിട്ടും. ഓക്കെ, സോ ചോദ്യം ഇതാണ്. അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഓഫ് ദ 15th സെഞ്ചുറി ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. അതിൽ ഏതൊക്കെ ഇവന്റ്സ് ഉണ്ട്? ഒന്ന്, അബ്ദുൾ റസാഖ് കംസ് ടു ഇന്ത്യ, അബ്ദുൾ റസാഖിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ്. രണ്ട്, ട്രാൻസ്ഫർ ഓഫ് ബാഹ്മണി ക്യാപിറ്റൽ ഫ്രം ഗുൽബർഗ ടു ബിദർ, ബർത്ത് ഓഫ് ഗുരു നാനക്, ഫൗണ്ടേഷൻ ഓഫ് ജോധ്പൂർ, നിക്കോളോ ഗോണ്ടി വിസിറ്റ്സ് വിജയനഗർ. ഓക്കെ, സോ ബേസിക്കലി രണ്ട് ഫോറിൻ ട്രാവലേഴ്സും തന്നിട്ടുണ്ട്, പിന്നെ ബാഹ്മിനീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഈവന്റ് ഉണ്ട്, പിന്നെ ജോധ്പൂരിന്റെ ഫൗണ്ടേഷൻ, പിന്നെ സിക്കിസത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗുരു നാനാക്കിന്റെ ബർത്ത്. സോ ഇത്ര അറിയെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഈവന്റിന് ശേഷം അടുത്ത ഈവന്റ് എന്നൊക്കെ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ജസ്റ്റ് ഐ വിൽ ഗിവ് യു 30 seconds. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, സോ ഈ പറയപ്പെട്ട ഇവന്റിൽ ആദ്യം നടന്ന ഇവന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നിക്കോളോ കോണ്ടിയുടെ ഇന്ത്യയിലേക്കുള്ള അല്ലെങ്കിൽ വിജയനഗരയിലേക്കുള്ള വിസിറ്റ് ആണ്. അപ്പൊ അദ്ദേഹം വിജയനഗര വിസിറ്റ് ചെയ്യുന്നത് അറൌണ്ട് 1421 നമ്മുടെ നിക്കോളോ കോണ്ടി വിജയനഗര വിസിറ്റ് ചെയ്യണത്. ഓക്കെ, സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു റൈറ്റ് ദിസ്. ഇനി 1421 നിക്കോളോ കോണ്ടി വിസിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് പിന്നെ നടക്കുന്ന ഇവന്റ് എന്നുള്ളത് ട്രാൻസ്ഫർ ഓഫ് ബാഹ്മണി ക്യാപിറ്റൽ ഫ്രം ഗുൽബർഗ ടു ബിദർ ആണ്. അത് 1425 1425 അത് നടക്കുന്നത്. പിന്നെ അബ്ദുൾ റസാഖിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ് അത് ഓൾമോസ്റ്റ് ഒരു 1442 കാലഘട്ടത്തിലാണ്. ഓക്കെ, 1442 അബ്ദുൾ റസാഖ് ഇന്ത്യയിൽ വരുന്നത്. സോ അബ്ദുൾ റസാഖ് ഇന്ത്യയിൽ വന്ന് വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുള്ള ഫോറിൻ ട്രാവലർ ആണ്. അതിൽ നിങ്ങൾക്ക് ആ ഒരു വിജയനഗര എന്നുള്ള ട്രാവലേഴ്സിന്റെ ക്രോണോളജിക്കലേക്ക് അറിയെങ്കിൽ എന്ത് ചെയ്യാം, അവിടെയും ഒരു ചാൻസ് ഉണ്ട്, ആ രീതിയിലും ചോദ്യങ്ങൾ വരും. സോ നിക്കോളോ കോണ്ടി വിസിറ്റ് ചെയ്യുന്നത് ദേവരായ ഫസ്റ്റിന്റെ കാലഘട്ടത്തിലാണ്, 1421 കാലഘട്ടത്തിൽ. അബ്ദുൾ റസാഖ് വിസിറ്റ് ചെയ്യുന്നത് ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ്, 442 to 45 കാലഘട്ടത്തിൽ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഇവന്റ് എന്നുള്ളത് അത് ഫൗണ്ടേഷൻ ഓഫ് ജോധ്പൂർ ആണ്. 1416 1469 എന്ത് എന്ത് നിൽക്കുന്നത്, 1415 കേട്ടോ. 1459 ഫൗണ്ടേഷൻ ഓഫ് ജോധ്പൂർ നടക്കുന്നത്, 1459. ആൻഡ് ബർത്ത് ഓഫ് ഗുരു നാനാക്ക് എന്നുള്ളത് അത് 1416 1469. സോ ദ ഫസ്റ്റ് ഈവന്റ് എന്നുള്ളത് ആണ്, നിക്കോളോ കോണ്ടി വിസിറ്റ്സ് വിജയനഗർ എന്നുള്ളതാണ് ആദ്യത്തെ ഈവന്റ് ആയിട്ട് വരിക. പിന്നീട് ട്രാൻസ്ഫർ ഓഫ് ബാഹ്മണി ക്യാപിറ്റൽ ഫ്രം ഗുൽബർഗ ടു ബിദർ, ബി വരും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അബ്ദുൾ റസാഖ് കംസ് ടു ഇന്ത്യ, എ വരും. ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് ജോധ്പൂർ, ഡി. ആൻഡ് ബർത്ത് ഓഫ് ഗുരു നാനക്, സി. സോ EBADC എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്നുള്ളത്. ഓക്കെ, സോ എന്താണ്, ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടാവും പ്രതീക്ഷിക്കണോ? നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റിന് എക്സ്പ്ലനേഷൻ പാർട്ടിലേക്ക് പോവാം. EBADC ആണ് കറക്റ്റ് ആൻസർ. So Niccolo Gondi, he was an Italian merchant. He visited Vijayanagara around 1421 AD during the reign of Devaraya I. ദേവരായ ഫസ്റ്റിന്റെ കാലഘട്ടത്തിൽ വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോറിൻ ട്രാവലർ ആണ് നിക്കോളോ കോണ്ടി. ഹീസ് ഫ്രം വെനീഷ്യ, അല്ലെങ്കിൽ ഇറ്റാലിയൻ മെർച്ചന്റ് ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ വിമൻ സതി പ്രാക്ടീസ് ചെയ്യുന്ന പോലെയുള്ള ഒരുപാട് ഈവന്റ്സിനെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു ട്രാവലർ ആണ് ദേവരായ ഫസ്റ്റ് എന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് ഇവന്റ് എന്നുള്ളത് ബാഹ്മിനിയുടെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ആയിരുന്നു. ബാഹ്മിനീസിന്റെ ക്യാപിറ്റൽ ഗുൽബർഗയിൽ നിന്ന് ബിദറിലേക്ക്
ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് 1425 1425 AD സുൽത്താൻ അഹമ്മദ് ഷാ ഫസ്റ്റ് ആണ് അത് നടത്തിയിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്നുള്ളത് അബ്ദുൾ റസാഖ് ആണ്. അബ്ദുൾ റസാഖ് ഈ പേർഷ്യൻ അംബാസഡർ ആയിട്ട് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ് വിസിറ്റ് ചെയ്യുന്നു. ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിലെ പോർട്സിനെ പറ്റിയിട്ട്, അർബൻ ലക്ഷറിയസ് ലൈഫിനെ പറ്റിയിട്ട്, അവിടുത്തെ നോബിൾസ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ തരുന്ന ട്രാവലർ ആണ് അബ്ദുൾ റസാഖ് എന്നുള്ളത്. ഓക്കെ, സോ അബ്ദുൾ റസാഖ് ഹി വാസ് എ പേർഷ്യൻ സ്കോളർ ആൻഡ് ക്രോണിക്ലർ, വിസിറ്റഡ് ഇന്ത്യ ഫ്രം ജാനുവരി 1442 to 1445. 1442 ടു 1445 കാലഘട്ടത്തിലാണ്. സോ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വിജയനഗരാജിലെ ദേവരായ സെക്കൻഡിന്റെ കോർട്ടിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജമോറിൻ ഓഫ് കാലിക്കറ്റിന്റെ കോർട്ടിലും അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് നെക്സ്റ്റ് ഇവന്റ് എന്നുള്ളത് അത് ജോധ്പൂരിന്റെ ഫൗണ്ടേഷൻ ആണ്. അത് നടക്കുന്നത് 1459 1459 AD, മെയ് 12 1459 AD ആരാണ് ഫൗണ്ടർ? രാവു ജോധോ രഥൂർ ആണ് നമ്മുടെ ജോധ്പൂർ സിറ്റിയുടെ ഫൗണ്ടർ എന്നുള്ളത്. സോ ദ ലാസ്റ്റ് ഇവന്റ് എന്നുള്ളത് സിക്കിസത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗുരുനാനാക്ക്. സിക്കിസൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗുരുനാനാക്കിന്റെ ബർത്ത് ഡേറ്റ് ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഇതിന് മുന്നേ നടന്ന എക്സാമിന്റെ അനാലിസിസ് നടത്തിയപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഗുരുനാനാക്ക് 1469 സോ അതാണ് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ളത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who among the following mentions about Devaraya II that the prince has in his dominion 300 ports, each of which is equal to Calicut? അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ഇത് ആരുടെ കാലഘട്ടത്തിലെ മെൻഷനിങ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്? ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിലെ മെൻഷനിങ് ആണ് തന്നിട്ടുള്ളത്. ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ വിജയനഗരം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോറിൻ ട്രാവലർ ആരായിരുന്നു? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, അത് അബ്ദുൾ റസാഖ് ആയിരുന്നു. സോ മോസ്റ്റ് പ്രോബ്ലി അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പറയപ്പെടുന്ന ഈ വിജയനഗരയിലെ വന്ന ട്രാവലേഴ്സ് ഇവർ ഏത് റൂളേഴ്സിന്റെ കാലഘട്ടത്തിലാണ് വന്നത് എന്നുള്ളത് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. നിക്കോളോ പോണ്ടി വന്നിട്ടുള്ളത് ദേവരായ ഫസ്റ്റിന്റെ കാലഘട്ടത്തിലാണ്. അബ്ദുൾ റസാഖ് വരുന്നത് ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ്. ബർബോസയും ഡൊമിംഗോ പേസ് ഒക്കെ വരുന്നത് കൃഷ്ണദേവരായയുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസേഴ്സ് നമുക്ക് എളുപ്പമായി തീരും. ഓക്കെ, സോ ദേവരായ സെക്കൻഡിന്റെ കോർട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോറിൻ ട്രാവലർക്ക് മാത്രമേ ദേവരായ കാലഘട്ടത്തിൽ 300ഓളം പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ ഓരോ പോർട്ടും കാലിക്കറ്റിന് സമമാണ് എന്നുള്ളതും. അപ്പൊ എന്തായിരിക്കണം? ഇയാൾ കാലിക്കറ്റും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമല്ല ഇത് കാലിക്കറ്റിന് സമമാണ് എന്ന് അവർക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരേ സമയം ദേവരായ സെക്കൻഡിന്റെ കോർട്ടും കാലിക്കറ്റിലെ ജമൂറിന്റെ കോർട്ടും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോറിൻ ട്രാവലർ എന്നുള്ളത് അത് ആരായിരുന്നു? അത് നമ്മുടെ അബ്ദുൾ റസാഖ് സമർഖന്ദി ആയിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ, അന്ന് അതിനെ സമർഖന്ദി എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഈ സമർഖന്ദിൽ നിന്ന് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പേർഷ്യൻ അംബാസഡർ ആയിട്ട് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് അബ്ദുൾ റസാഖ്. സോ അബ്ദുൾ റസാഖിന്റെ മെൻഷനിങ് ആയിരുന്നു എന്ത്? ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് 300ഓളം പോർട്സുകൾ ഉണ്ടായിരുന്നു. അത് ഓരോ പോർട്ടും കാലിക്കറ്റിന് ഈക്വൽ ആണ് എന്നുള്ളത്. സോ ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? ആൻസേഴ്സ് പെട്ടെന്ന് കിട്ടും. അപ്പൊ എല്ലാ ഫോറിൻ ട്രാവലേഴ്സും വിജയനഗരാസിലേക്ക് മാത്രമുള്ളതല്ല, മുഗൾസിലേക്കും ഒരുപാട് ഫോറിൻ ട്രാവലേഴ്സ് വരുന്നുണ്ട്. മുഗൾ കോർട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ള ടാൽഫിച്ചിനെ പോലെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ടവേർണിയറിനെ പോലെയുള്ള, ഫ്രാങ്കോയിസ് ബെർണിയറിനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ. സോ ഇവരും ഏത് ആൾക്കാരുടെ കാലഘട്ടത്തിൽ, ഏത് മുഗൾ റൂളറിന്റെ കാലഘട്ടത്തിലാണ്? ഷാജഹാന്റെ കാലഘട്ടത്തിൽ വന്നത് ആരൊക്കെയാണ്? ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ ആരൊക്കെ വന്നിട്ടുണ്ട്? അക്ബറിന്റെ കാലഘട്ടത്തിൽ ആരൊക്കെ വന്നിട്ടുണ്ട്? ഈ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ട്രാവലേഴ്സിന്റെ കേസിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒന്നാമത് വെച്ചാൽ ക്രോണോളജി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ട്രാവലേഴ്സിന്റെ ക്രോണോളജി ചോദിക്കുന്നുണ്ട്. രണ്ട്, ഈ ട്രാവലേഴ്സ് ഒക്കെ ഏത് കൺട്രിയിൽ നിന്നാണ് ചോദിക്കുന്നുണ്ട്. കുറച്ചു മുന്നേ ഇതിനു മുന്നേ നടന്ന ജൂൺ 2024 എക്സാമിൽ താഴെ പറയപ്പെടുന്നതിൽ യൂറോപ്പിൽ നിന്നല്ലാതെ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ളത് ആരെന്നുള്ളത്. അപ്പൊ ആരൊക്കെയാണ് യൂറോപ്യൻ ട്രാവലേഴ്സ്, ആരൊക്കെയാണ് യൂറോപ്യൻ ട്രാവലേഴ്സ് അല്ലാത്തത് എന്നുള്ളത് നമ്മൾ അറിയണം. സോ ഈ ഒരു ക്വസ്റ്റനിൽ തന്നെ എന്തുണ്ട്? മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ഒരുപാട് ട്രാവലേഴ്സും അവരുടെ കൺട്രിയും ഉണ്ട്. സോ അതും കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ അറിയെങ്കിൽ എന്ത് ചെയ്യണം? ട്രാവലേഴ്സിനെ പറ്റി നമ്മൾ തെറവായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്, അബ്ദുൾ റസാഖ് ആണ്. ക്ലിയർ അല്ലേ? നമുക്കിനി ഫോറിൻ ട്രാവലേഴ്സ്, വിജയനഗരം വിസിറ്റ് ചെയ്തിട്ടില്ല ഫോറിൻ ട്രാവലേഴ്സിനെ പറ്റി പറയാം. അപ്പൊ ഫോറിൻ ട്രാവലേഴ്സിന് വിജയനഗര എംപയറിൽ ഭയങ്കരമായിട്ടുള്ള റോൾ ഉണ്ട്. നമ്മൾ വിജയനഗര എംപയറിന്റെ ആ ഒരു സോഴ്സസ് ഓഫ് വിജയനഗര എംപയർ പറയുമ്പം അതിലൊരു ട്രമെൻഡസ് സോഴ്സും വരുന്നത് ഈ ഫോറിൻ ട്രാവലേഴ്സിന്റെ അക്കൗണ്ട്സിൽ നിന്നാണ്. ഇവര്
എഴുതി വെച്ചിട്ടുള്ള മെൻഷനിങ്ങിൽ നിന്നാണ് വിജയനഗരയുടെ ഹിസ്റ്ററി നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ വിജയനഗരയുടെ ഹിസ്റ്റോറിയോഗ്രഫിയിൽ ഒട്ടുമിക്ക ഹിസ്റ്റോറിയൻസും എഴുതിയ വർക്കുകളിലെ പ്രൈമറി സോഴ്സുകളൊക്കെ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് വിജയനഗരയിലെ ട്രാവലേഴ്സിന്റെ അക്കൗണ്ട്സ് ആണ്. സോ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള, അത്രയും ഡിവേഴ്സ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട്സ് അവർ ലെഫ്റ്റ് ചെയ്തിട്ടാണ് ട്രാവലേഴ്സ് പോയിട്ടുള്ളത്. ഓക്കെ, സോ ഈ വിജയനഗരയുടെ ഹിസ്റ്റോറിയോഗ്രഫി പറയുകയാണെങ്കിൽ ഇവിടെ അണ്ടറിൽ വന്ന ആദ്യത്തെ ബുക്ക് എന്നുള്ളത്, വിജയനഗരയുടെ ഒരു ഹിസ്റ്ററി പറയുന്ന മോഡേൺ കാലഘട്ടത്തിലെ ആദ്യത്തെ ബുക്ക് എന്നുള്ളത് അത് റോബർട്ട് സ്വെല്ലിന്റെ ദ ഫോർഗോട്ടൻ എംപയർ എന്നുള്ള വർക്കാണ്. റോബർട്ട് സ്വെല്ലിന്റെ ദ ഫോർഗോട്ടൻ എംപയർ എന്നുള്ള വർക്കാണ്. സോ അതൊന്ന് ഓർത്തിരിക്കാം. സോ ഫോറിൻ ട്രാവലേഴ്സ് ആൻഡ് ദർ അക്കൗണ്ട്സ് ഇൻ വിജയനഗറിലേക്ക് വന്നാൽ, ഫോറിൻ ട്രാവലേഴ്സ് ടു ദ വിജയനഗർ എംപയർ ലിഫ്റ്റ് എ റിച്ച് ഡൈവേഴ്സിറ്റി ഓഫ് ലിറ്ററേച്ചർ. ദീസ് ഹാവ് ബീൻ എ മേജർ സോഴ്സ് ഓഫ് ഹിസ്റ്ററി. സോ ഇതാണ് വിജയനഗരയുടെ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു മേജർ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തത്. ഒരുപാട് ഇൻഡിജിനസ് സോഴ്സുകളും ഉണ്ട്. നമ്മുടെ കൃഷ്ണദേവരായയുടെ കോർട്ടിലുണ്ടായിരുന്ന അഷ്ടദിഗ്ഗജാസിന്റെ വർക്ക്, നമ്മുടെ അല്ലസനി പെഡന്നയുടെ മനുചരിത്രം പോലെയുള്ള ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇൻസ്ക്രിപ്ഷൻസും ഉണ്ട്. പിന്നെ ആർക്കിയോളജിക്കൽ സോഴ്സൊക്കെ വിജയനഗരാസിന്റെ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് എന്നുള്ളത് അത് ഓഫ് കോഴ്സ് ഫോറിൻ ട്രാവലേഴ്സിന്റെ മെൻഷനിങ് ആണ്. ഓക്കെ, പിന്നെ ഒരു ആദ്യ കാലഘട്ടത്തിൽ വിജയനഗരാസിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ട്രാവലേഴ്സ് ഒക്കെ ആയിട്ട്. ഫെരിഷ്ടി ഒക്കെ പോലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിജയനഗരയുടെ കോർട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 16-ാം നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം പോർച്ചുഗീസ് അവരുടെ ഒരു ടെറിറ്ററി, പോർച്ചുഗീസ് ടെറിറ്ററി ഗോവയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം പോർച്ചുഗീസ് ട്രാവലേഴ്സിന്റെ എണ്ണം ക്രമാതീതമായിട്ട് വിജയനഗര എംപയറിലേക്ക് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഡൊമിംഗോ പേസും ദുരാത്തെ ബർബോസയൊക്കെ പോലെയുള്ള കൃഷ്ണദേവരായ ഭരിക്കുന്ന കാലഘട്ടത്തിൽ വിജയനഗരം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ടുപേരും എന്താണ്, പോർച്ചുഗീസ് ട്രാവലേഴ്സ് ആണ്. സോ നമുക്കിനി ഓരോ ട്രാവലേഴ്സും അവരെന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതും എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്താണ് നിക്കോളോ കോണ്ടി എന്നുള്ളത്. 1420-21 കാലഘട്ടത്തിൽ വിജയനഗരം വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് നിക്കോളോ കോണ്ടി. അദ്ദേഹം ഒരു വെനീഷ്യൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ മെർച്ചന്റ് ആണ്. ഓക്കെ, ഈ വാസ് എ വെനീഷ്യൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ മെർച്ചന്റ് ആണ്. ഇദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ളത് ദേവരായ ഫസ്റ്റിന്റെ കാലഘട്ടത്തിലാണ്. ഈ വിസിറ്റ് ഡ്യൂറിംഗ് ദ റൂൾ ഓഫ് ദേവരായ ഫസ്റ്റ്. അപ്പൊ ഇദ്ദേഹം മെൻഷൻഡ് എ ലാർജ് നമ്പർ ഓഫ് സതി ഇൻസിഡൻസ്. സോ ദേവരായസിന്റെ കോർട്ടിൽ ഒരുപാട് സതി ഇൻസിഡൻസ്, സതികൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ മെൻഷനിങ് ആര് തന്നിട്ടുണ്ട്, നിക്കോളോ കോണ്ടി തരുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ദേവരായയിലെ ഒരു വിജയനഗര ഫസ്റ്റിന്റെ കാലഘട്ടത്തിലെ, വിജയനഗര എംപയറുടെ കാലഘട്ടത്തിലെ വിമന്റെ റോൾ എന്തായാലും ചോദിക്കുകയാണെങ്കിൽ അത് വളരെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ട്രാവലേഴ്സ് തന്നിട്ടുള്ളത്. സോ കുറെ ട്രാവലേഴ്സിന്റെ അഭിപ്രായത്തിൽ വിമൻ ആസ്ട്രോളജേഴ്സ് ആയിട്ടും അക്കൗണ്ടൻസ് ആയിട്ടും ക്ലർക്കായിട്ടും വാച്ച് വിമൻ ആയിട്ടൊക്കെ ഓരോ കിങ്ങിന്റെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദേവദാസി സമ്പ്രദായം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഈ ദേവദാസികൾക്ക് സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ടുള്ള റെസ്പെക്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഒരുപാട് സോഷ്യൽ മാൽ പ്രാക്ടീസസിന്റെ ഈവൻ എവിഡൻസും ട്രാവലേഴ്സ് തരുന്നുണ്ട്. സദ്യ അവിടെ ഭയങ്കരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ചൈൽഡ് മാരേജ് നടന്നിട്ടുണ്ടായിരുന്നു. പോളിഗമി സിസ്റ്റം നിലനിന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വിമൻ എന്നുള്ള ഒരു ടോപ്പിക് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻഫർമേഷനും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ബുക്കാണ്, നിക്കോളോ കോണ്ടിയുടെ ബുക്കാണ് ഹിസ്റ്റോറിയ ഡി വെറൈറ്റേറ്റ് ഫോർച്യൂൺ എന്നുള്ളത്. നെക്സ്റ്റ് ട്രാവലറാണ് അബ്ദുൾ റസാഖ് സമർക്കന്ത്. 1443-44 കാലഘട്ടത്തിലാണ് അദ്ദേഹം വിജയനഗരം വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഏകദേശം ഒരു 1442 ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ട്. ഹി വാസ് ഫ്രം സമർക്കന്ത്. അന്നത്തെ സമർക്കന്ത് ഇന്നത്തെ പ്രസന്റ് ഡേ ഉസ്ബെക്കിസ്ഥാനിലാണ് അബ്ദുൾ റസാഖ് വരുന്നത്. വാസ് എ പേർഷ്യൻ സ്കോളർ ആണ്, അതുപോലെ തന്നെ ക്രോണിക്ലർ ആണ്. ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുണ്ട്. മറ്റുള്ള ഉസ്സാദീൻ മജ്മ ഉൽ ബഹ്റൈൻ ഒക്കെ അദ്ദേഹത്തിൻ്റെതാണ്. ഹി വാസ് ആൻ അംബാസഡർ ഓഫ് പേർഷ്യ. പേർഷ്യൻ ഗവൺമെന്റ് അംബാസഡർ ആയിട്ട് വിജയനഗരാസിന്റെ കോർട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു ആര്, അബ്ദുൾ റസാഖ് സമർക്കന്ത് എന്നുള്ളത്. അബ്ദുൾ റസാഖ് സമർക്കന്ത് ആരുടെ കാലഘട്ടത്തിലാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്, ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫാക്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ 300 പോർട്സിന്റെ ഇൻഫർമേഷൻ ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അത് അബ്ദുൾ റസാഖ് സമർക്കന്തി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഓരോ ട്രാവലേഴ്സും ഏത് കിങ്ങിന്റെ കോർട്ട് വിസിറ്റ് ചെയ്തു എന്നുള്ളത് അത് മുഗൾസിന്റെ കേസിലായാലും വിജയനഗരാസിന്റെ കേസിലായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ എന്തൊക്കെയാണ് അബ്ദുൾ റസാഖ് സമർക്കന്ത് നമുക്ക് തരുന്ന എവിഡൻസ് അല്ലെങ്കിൽ മെൻഷനിങ്സ്, ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഹി മെൻഷൻസ് എ ലക്ഷറിയസ് ലൈഫ് ഓഫ് ട്രാവലേഴ്സ്, നോബിൾസ് ആൻഡ് സിറ്റി ലൈഫ്. അപ്പൊ അവിടുത്തെ അർബൻ ലൈഫിനെ പറ്റിയായിട്ടായിരുന്നു കൂടുതലായിട്ടും അബ്ദുൾ റസാഖ് സമർക്കന്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയും വിജയനഗരക്ക് രണ്ട് ഫേസ് ഉണ്ട്. വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള, ട്രേഡും കൊമേഴ്സ് ഒക്കെ ഭയങ്കര നടക്കുന്ന ഒരു അർബൻ ലൈഫ് ഉണ്ട്. ഭയങ്കര പുവർ ആയിട്ടുള്ള പോവർട്ടിയിൽ ആൾക്കാർ ജീവിക്കുന്ന ഒരു കൺട്രി സൈഡും ഉണ്ട്. ഈ കൺട്രി സൈഡിനെ പറ്റിയിട്ട് നുനീസ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, നികുതിനും പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ അബ്ദുൾ റസാഖിന്റെ മെൻഷനിങ്ങിൽ അർബൻ ലൈഫാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അവിടെ ട്രാവലേഴ്സിന് ഭയങ്കര ലക്ഷറിയസ് ലൈഫായിരുന്നു, നോബിൾസിന് ഭയങ്കര ലക്ഷറിയസ് ലൈഫായിരുന്നു, സിറ്റി ലൈഫായിരുന്നു. ഹി മെൻഷൻസ് ദ പോർട്സ്, അവിടുത്തെ പോർട്ടുകളെ പറ്റിയിട്ടും ആര് ഇൻഫർമേഷൻ തരുന്നുണ്ട്? അബ്ദുൾ റസാഖ് സമർക്കന്തി ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇനി അബ്ദുൾ റസാഖ് സമർക്കന്തും പറയുന്നുണ്ട് വിജയനഗരയുടെ കീഴിൽ വിമൻ ഭയങ്കരമായിട്ട് സതി ആചരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അബ്ദുൾ റസാഖ് സമർഖന്ദ്. നെക്സ്റ്റ് ബർബോസയാണ്. പോർച്ചുഗീസ് ട്രാവലറാണ്. എന്താണ് നമ്മുടെ കൃഷ്ണദേവരായ കാലഘട്ടത്തിൽ വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ കൃഷ്ണദേവരായ എന്നുള്ളത് വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുള്ള, വിജയനഗര ഭരിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള റൂളറാണ് കൃഷ്ണദേവരായ എന്നുള്ളത്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ഗവേണൻസ് ആയാലും അദ്ദേഹത്തിന്റെ കൾച്ചറൽ സ്ഫിയറിലെ കോൺട്രിബ്യൂഷൻ ആയാലും അധികം ലിറ്ററേച്ചറിലും ആർക്കിടെക്ചറിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ. ഹി ഹിംസെൽഫ് ഈസ് എ സ്കോളർ. അദ്ദേഹത്തിന്റെ വർക്കുകൾ ഏതൊക്കെയാണ്? പ്രമുക്തമാല്യയുടെ ഉണ്ട്, പിന്നെ സാൻസ്ക്രിറ്റ് വർക്കായിട്ടുള്ള ചമ്പാവതി കല്യാണമുണ്ട്. രണ്ട് വർക്കുകളെയും ഓതറാണ് ആര്? കൃഷ്ണദേവരായ എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ടൈറ്റിൽ ഉണ്ട്, ആന്ധ്രഭോജ എന്നുള്ളൊരു ടൈറ്റിലൊക്കെ ഉണ്ട്. സോ ഇങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ആര്? കൃഷ്ണദേവരായ. അപ്പൊ ഈ കൃഷ്ണദേവരായയുടെ ഭരണത്തോടു കൂടി ഏകദേശം വിജയനഗരത്തിന്റെ ഒരു ഡിക്ലൈൻ ഫേസ് തുടങ്ങുന്നുണ്ട്. ഞാൻ ഒരു ഡിക്ലൈനിങ് കംപ്ലീറ്റ് ആവുന്നത് 1565 ബാറ്റിൽ ഓഫ് തലിക്കോട്ടയിലും പിന്നീട് വരുന്ന പിന്നെ അരാവഡു ഡൈനാസ്റ്റി വെറുതെ ഒന്ന് ഭരിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എനിവേ പോർച്ചുഗീസ് ട്രാവലർ കൃഷ്ണദേവ ദുരാത്ത ബർബോസയാണ് ദേവരായയുടെ കാലഘട്ടം ഭരിച്ചത്. അപ്പൊ ദേവരായെ പറ്റി സംസാരിച്ചത് ദേവരായ ഭയങ്കര അടിപൊളിയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അങ്ങനെ ഒരു മെൻഷനിങ് ബർബോസ നടത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്? ഹി വാസ് ആൻ ഏബിൾഡ് റൂളർ. ഓക്കെ, സോ അവിടുത്തെ ആൾക്കാരുടെ ജീവിതം, ഒക്കുപേഷൻസ്, തൊഴിൽ, പിന്നെ എങ്ങനെയായിരുന്നു വിജയനഗരാസിലെ ഹൗസസ് എന്നൊക്കെ ഉള്ളതൊക്കെയാണ് ആര് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ബർബോസ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ട്രാവലർ ഡൊമിംഗോ പേസ്. ഡൊമിംഗോ പേസ് 1520 മുതൽ 1522 CE വരെ വിജയനഗര എംപയർ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഡൊമിംഗോ പേസ്. സോ ഇദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻ വളരെ ക്രൂഷ്യലാണ്. നമുക്ക് കൃഷ്ണദേവരായ എന്താണ് എന്നുള്ളൊരു വാഗ്മയ ചിത്രം, അല്ലെങ്കിൽ വിജയനഗര എംപയർ എത്രത്തോളം വലുതായിരുന്നു, അത് റോമിൽ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ആര് പറഞ്ഞു പോകുന്നുണ്ട്? ഡൊമിംഗോ പേസ് പറഞ്ഞു പോകുന്നുണ്ട്. ഇതിനു മുന്നേ ഡൊമിംഗോ പേസിന് 2 കോട്ട് NTA UGC നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ വിജയനഗര ഈസ് ആസ് ലാർജ് ആസ് റോം എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളത്? അത് ഡൊമിംഗോ പേസ് ആണ്. ഇനി കൃഷ്ണദേവരായെ പറ്റിയിട്ടുള്ള ആ ഒരു വാഗ്മയ ചിത്രം തന്നത് ആരാണ്? അതും ഡൊമിംഗോ പേസ് ആണ്. NTA പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ പേസിലേക്ക് വരികയാണെങ്കിൽ ഹീസ് ഓൾസോ ഫ്രം പോർച്ചുഗൽ. അദ്ദേഹം ഒരു പോർച്ചുഗീസ് ട്രാവലർ ആണ്. അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ളത് കൃഷ്ണദേവരായയുടെ കാലഘട്ടത്തിലാണ്. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഹി ഡിസ്ക്രൈബ്ഡ് കൃഷ്ണദേവരായ ആസ് എ ബീങ് ഓഫ് മീഡിയം ഹൈറ്റ്, ഫെയർ കോംപ്ലക്ഷൻ, ഗുഡ് ഫിഗർ, റാദർ ഫാറ്റ് ദാൻ തിൻ. He had on his face marks of smallpox. സോ കൃഷ്ണദേവരായെ പറ്റി ഈ ഒരു രീതിയിലെ ഡിസ്ക്രിപ്ഷൻ ആര് തന്നിട്ടുണ്ട്? ഡൊമിംഗോ പേസ് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് മീഡിയം ഹൈറ്റ് ആണ്, ഫെയർ കളർ ആണ്, ഗുഡ് ഫിഗർ ഉണ്ട്, അദ്ദേഹം റാദർ ഫാറ്റ് ദാൻ തിൻ, പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് സ്മോൾ പോക്സ് വന്നതിന്റെ അടയാളങ്ങൾ ഉണ്ട്. അപ്പൊ അത്രയും അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആരെ പറ്റി തന്നു? റൂളറെ പറ്റി തന്നു. അപ്പൊ ഇതേ ഈ ഒരു ചിത്രത്തിൽ നമ്മളിപ്പോ ഒരു ചിത്രം നമുക്ക് മനസ്സിൽ വന്നല്ലോ, ഇതേ ഒരു ചിത്രം നമുക്ക് എവിടെ കാണാൻ സാധിക്കും? വിജയനഗരയുടെ ഒരു സ്കൾപ്ചർ, കൃഷ്ണദേവരായയുടെ ഒരു സ്കൾപ്ചർ ഉണ്ട് ചിദംബരം തമിഴ്നാട് ടെമ്പിളിലെ ഗോപുരത്തിൽ. സോ അന്ന് വിജയനഗര ആർക്കിടെക്ചർ ഒരു ഫീച്ചർ ആയിരുന്നു, റൂളർ എവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ഗോപുരം പണിയാ എന്നുള്ളത്. അങ്ങനെ ഗോപുരത്തിൽ എന്തുണ്ട്? കൃഷ്ണദേവരായയുടെ ഒരു സ്കൾപ്ചർ ഉണ്ട്. ആ സ്കൾപ്ചറിൽ ഇതേപോലെയുള്ള ഒരു ഫിഗർ നമുക്ക് കാണാൻ സാധിക്കും. സോ അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഡൊമിംഗോ പേസിന് തന്നിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, സോ അദ്ദേഹം എന്തൊക്കെ ഡിസ്ക്രൈബ് ചെയ്തു? ഹി ഡിസ്ക്രൈബ്ഡ് മാർക്കറ്റ് പ്ലേസസ് ഇൻ വിജയനഗര. വിജയനഗരയിലെ മാർക്കറ്റ് പ്ലേസസ്, അവിടെയുള്ള പ്രഷ്യസ് സ്റ്റോൺസ്, അവിടെയുള്ള ക്ലോത്തുകൾ, പിന്നെ തടാകങ്ങൾ, ഗാർഡൻസ്, സിറ്റീസ്, അഗ്രികൾച്ചറൽ ഫീൽഡ്സ്, ഇറിഗേഷൻ സിസ്റ്റംസ്, ഇതിനൊക്കെ പറ്റി ആര് മെൻഷൻ തന്നിട്ടുണ്ട്? ഡൊമിംഗോ പേസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വിജയനഗരാസിന്റെ ഇടയിൽ നടക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറിമണിയാണ് മഹാനവമി ദിബ എന്നുള്ളതും ആര് പറയുന്നു? ഡൊമിംഗോ പേസ് പറയുന്നു. ഈ മഹാനവമി ദിവസിനെ എന്തുണ്ട്? വിജയനഗരാസിന്റെ ഇടയിൽ ഭയങ്കര അവരുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറിമണിയാണ് മഹാനവമി ദിബ എന്നുള്ളത്. ഓക്കെ, സോ ഇത് ഡൊമിംഗോ പേസിന്റെ ഒരു പാരഗ്രാഫാണ്. ജസ്റ്റ് നിങ്ങൾ എന്തായാലും വായിക്കണം. ഇത് +2 NCERT തന്നിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ +2 NCERTയിലെ ഈ ബോക്സുകളിൽ നിന്നൊക്കെ എനിക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അതിന്റെ ഓരോ +2 NCERTയിൽ +1 +2 NCERTയിലെ ചാപ്റ്റേഴ്സിന് ശേഷം +1 ഇല്ല, +1 വേൾഡ് ഹിസ്റ്ററി ആണ്, +2 ആണ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഓരോ ചാപ്റ്ററിന് ശേഷം ഒരു ക്രോണോളജി ഒരു ബോക്സിൽ തരും. ഈ ക്രോണോളജി ബോക്സിൽ നിന്നൊക്കെ ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഇതിൽ പറയുന്നത് ഡൊമിംഗോ പേസിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. വിജയനഗര സിറ്റി എങ്ങനെയാണ് എന്നുള്ള പേസിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ഒരു ബോക്സിൽ തന്നിട്ടുള്ളത്. ദ സൈസ് ഓഫ് ദി സിറ്റി
ഐ ഡു നോട്ട് റൈറ്റ് ഹിയർ ബിക്കോസ് ഇറ്റ് കനോട്ട് ഓൾ ബി സീൻ ഫ്രം എനി വൺ സ്പോട്ട്. എന്താണ് പറയുന്നത്? ഈ ഒരു സെറ്റിയുടെ സൈസ് കാണാൻ പറ്റുന്നില്ല, എല്ലാം ഒരു സ്ഥലത്തൊന്നും കാണാൻ പറ്റില്ല, കാരണം അത്രയും വലുതാണ്. ഇത് കാണാൻ വേണ്ടി ഹൈ ക്ലൈംഡ് എ ഹിൽ, ഹെൻസ് ഐ കുഡ് സി എ ഗ്രേറ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഞാനൊരു മലമുകളിൽ കയറി, അതുകൊണ്ട് എനിക്കൊരു വലിയ ഭാഗം കാണാൻ പറ്റി. പക്ഷെ ഇപ്പോൾ സ്റ്റിൽ എനിക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല, ഒരുപാട് ഹിൽ റേഞ്ചസിന്റെ ഇടയിലാണ് ഇതുള്ളത്. ഇതാണ് ഇമ്പോർട്ടന്റ്. വാട്ട് ഐ സോ ഫ്രം ദെൻസ് സീംഡ് ടു ബി ആസ് ലാർജ് ആസ് റോം. റോമിന്റെ അത്ര വലുപ്പമുള്ള ഒരു സ്ഥലമാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നുള്ളത്. സോ ഇതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ആൻഡ് വാസ് വെരി ബ്യൂട്ടിഫുൾ ടു ദ സൈറ്റ്. ഇത് നെക്സ്റ്റ് വേണമെങ്കിൽ ചോദിക്കാം, ഹു അമംഗ് ദ ഫോളോയിങ് ട്രാവലർ ഡിസ്ക്രൈബ്ഡ് വിജയനഗര about Vijayanagara as there are many groves of trees within and the gardens of the houses and many conduits of water which flow in the midst of it, and in places there are lakes, and the king has close to his palace a palm grove and other rich fruit bearing fruits trees. സോ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കാനുവേ. അത് ഡൊമിംഗോ പാസിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ഡൊമിംഗോ പാസ് കൃഷ്ണദേവരായെ പറ്റി തന്നിട്ടുള്ള ഒരു മെൻഷനിങ് ആണത്. സോ ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റാറ്റ്യൂ ഓഫ് കൃഷ്ണദേവരായ പ്ലേസ് ഇൻ ദ ഗോപുരം ഓഫ് ദ ടെമ്പിൾ ഓഫ് ചെമ്മനാടു, ചിദംബരം. ഇതാണ് അതിൽ പാസ് കിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. കിങ് ഈസ് ഓഫ് മീഡിയം ഹൈറ്റ് ആൻഡ് ഓഫ് ഫെയർ കോംപ്ലക്സൻ, ഗുഡ് ഫിഗർ, റാദർ ഫാറ്റ് ദാൻ തിൻ, ഹി ഹാസ് ഓൺ ഹിസ് ഫേസ് സൈൻസ് ഓഫ് സ്മോൾ പോക്സ് എന്നുള്ളത്. ഓക്കെ, സോ അതുപോലെ ഫോറിൻ ട്രാവലേഴ്സ്, വിജയനഗരയിൽ ഇമ്പോർട്ടന്റ് ട്രാവലേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇനിയും ട്രാവലേഴ്സ് വിജയനെ പറയാനുണ്ട്. പിന്നെ ലാർജ്ലി നികുതിനുണ്ട്. ബാഹ്മണീസ് ആണ് കൂടുതലായിട്ടും അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വിജയനഗരനെ പറ്റിയിട്ടും കുറച്ചൊക്കെ അവിടെ ഒക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ ഡിവോഷണലിസം? മിഡീവൽ ഭക്തി മൂവ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്ന ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് എ, രാമാനുജ അഡ്വക്കേറ്റഡ് താന്ത്രിക് പ്രാക്ടീസസ് ടു ഫോസ്റ്റർ ലിംഗായത്ത മൂവ്മെന്റ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ രാമാനുജ എന്നുള്ള ആൾക്ക് താന്ത്രിക് പ്രാക്ടീസസ് ആയിട്ടോ ലിംഗായത്ത് മൂവ്മെന്റ് ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധമുണ്ടോ? ഉണ്ടോ? നെക്സ്റ്റ് ചോദ്യം ബി. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, വല്ലഭാചാര്യ എന്നുണ്ടാവും, വല്ലഭാചാര്യ എന്നുണ്ടാവും. ക്രിയേറ്റഡ് അവയർനെസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൃഷ്ണ ഭക്തി. സോ നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു ജൂണിലെ ക്യാൻസൽഡ് എക്സാമിന്റെ അനാലിസിസ് നടത്തുന്ന സമയത്ത് ഭക്തി മൂവ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷനിൽ ഒരു ഭക്തി മൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ വല്ലഭാചാര്യനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. വല്ലഭാചാര്യ കൃഷ്ണഭക്തി ഫോളോ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ വല്ലഭാചാര്യ മുന്നോട്ട് വെച്ചൊരു ഫിലോസഫി ഉണ്ടായിരുന്നു കൃഷ്ണഭക്തിക്ക് വേണ്ടി. എന്തായാലും അത് എനിബടി പുഷ്ടിമാർഗമാണ് അല്ലെ. സോ ഈ പുഷ്ടിമാർഗം എന്താണ്? പുഷ്ടി എന്താണ്? നല്ലൊരു ആരോഗ്യം, ഹാപ്പിനെസ് ഒക്കെ ഉള്ളത് നമ്മൾ പുഷ്ടിപ്പെട്ടു എന്നൊക്കെ പറയാം. സോ ഇതന്നെയാണ് പുഷ്ടിമാർഗം. കൃഷ്ണനോട് ഭയങ്കരമായിട്ട് ആരാധിച്ച് കൃഷ്ണന്റെ മാർഗത്തിൽ നമ്മൾ ചെന്നാൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ്സും ഹെൽത്തും നമ്മളെ ലൈഫിൽ വരും എന്നുള്ളതൊക്കെ വല്ലഭാചാര്യയുടെ ഒരു ഫിലോസഫിയാണ്. സോ വല്ലഭാചാര്യ ക്രിയേറ്റഡ് അവയർനെസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൃഷ്ണ ഭക്തി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതവിടെ കറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്. നെക്സ്റ്റ്, രാംദാസ് പോപ്പുലറൈസ്ഡ് ദ വർഷിപ്പ് ഓഫ് രാമ. കറക്റ്റ് അല്ലേ? രാംദാസ് പോപ്പുലറൈസ്ഡ് ദ വർഷിപ്പ് ഓഫ് രാമ. ശൈവിസം വാസ് സ്ട്രോങ് ഇൻ തമിഴ്നാട് ബിറ്റ്വീൻ 7th and 9th centuries. അതും കറക്റ്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് ഈ, വർക്കരി സമ്പ്രദായം. ഈ വർക്കരീസ് എന്താണ് എന്നുള്ളതും എന്താണ് വർക്കരി ട്രഡീഷൻ എന്നുള്ളതും ആരൊക്കെയാണ് വർക്കരിയിൽ പെടുന്ന സെയിന്റുകൾ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന് മുന്നേ നടത്തിയ എക്സ്പ്ലനേഷൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. PY2 എക്സ്പ്ലനേഷനിൽ നിങ്ങൾ അതെന്തായാലും കാണുക കേട്ടോ. വർക്കരീസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആയിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. എല്ലാ വർഷവും വർക്കരീസിന് ചോദ്യങ്ങൾ ഇപ്പൊ വരുന്നുണ്ട്. എന്താണ് വർക്കരി മൂവ്മെന്റ്? മഹാരാഷ്ട്രയിലെ ഭക്തി മൂവ്മെന്റിനാണ് നമ്മൾ വർക്കരി എന്ന് പറയുന്നത്. ആ മഹാരാഷ്ട്രയിലെ ഭക്തി മൂവ്മെന്റിനെ ആ ഒരു രീതിയിൽ പറയാനുള്ള കാരണം എന്നുള്ളത് അവിടെ അതൊരു ലോക്കൽ കൾച്ചറുമായിട്ട് അസിമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഭക്തി എന്നുള്ള ഒരു ഐഡിയോളജി മഹാരാഷ്ട്രയിൽ അവിടുത്തെ പന്തർപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ ലോഡ് വിത്തോബ അല്ലെങ്കിൽ വിത്തൽ എന്ന് പറയുന്ന ഒരു ലോക്കൽ പ്രിസൈഡിംഗ് ബോർഡ് ഉണ്ട്. ഈ പ്രിസൈഡിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അവിടെ ഭക്തി മൂവ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് അതിന് വർക്കരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ വർക്കരി സമ്പ്രദായത്തിന് എന്തില്ല? കാസ്റ്റ് ബാസ് ഒന്നില്ല, എല്ലാവർക്കും എന്താ അതിന്റെ ഭാഗമാവാം. സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ബട്ട് ദ എൻട്രി ടു ദ സമ്പ്രദായ വാസ് റെസ്ട്രിക്റ്റഡ് ടു മെൻ ഓൺലി. പുരുഷന്മാർ മാത്രമേ വർക്കര സമ്പ്രദായത്തിന്റെ മെമ്പർ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കറക്റ്റ് ആണോ റോങ് ആണോ? സോ ഇതില് രാമാനുജ അഡ്വക്കേറ്റ് താന്ത്രിക് പ്രാക്ടീസസ് ടു ഫോസ്റ്റർ ലിംഗായത്ത് മൂവ്മെന്റ് റോങ് ആണ്. വർക്കരീസിനായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. വർക്കരീസിൽ വിമന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. ജനാബായി ഒക്കെ പോലെയുള്ള ആ ഒരു കാലഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ ഭക്തി സെയിംസിൽ പെടുന്ന വിമൻ ഈ ഒരു വർക്കരി സമ്പ്രദായത്തിന്റെ ഭാഗമായത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ എയും ഇയും റോങ് ആണ്. അതല്ലാത്ത ബാക്കി ബിയും സിയും ഡിയും കറക്റ്റും ആണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് BCD ഉള്ളി എന്നുള്ളതാണ്. ഓക്കെ, സോ എക്സ്പ്ലനേഷനിലേക്ക് വരികയാണെങ്കിൽ രാമാനുജ വാസ് വിശിഷ്ടാദ്വൈത ഫിലോസഫറാണ് രാമാനുജൻ.
സോ അദ്ദേഹം എന്തിനോട്ട് ബന്ധപ്പെട്ടിട്ടില്ല, താന്ത്രിക് പ്രാക്ടീസസോ ലിംഗായത്ത മൂവ്മെന്റോ ആയിട്ടൊന്നും രാമാനുജക്ക് ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ലിംഗായത്ത മൂവ്മെന്റ് ഫൗണ്ട് ചെയ്തത് ബാസവണ്ണയാണ് കർണാടകയില്. ഇതൊരു ശൈവഭക്തി, അവര് ദേവിയർ ശിവലിംഗ വിയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ ലിംഗായത്ത മൂവ്മെന്റിന്റെ ആൾക്കാർ. ഓക്കെ. ഇനി വല്ലഭാചാര്യ കൃഷ്ണഭക്തി പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫി തന്നെയുണ്ട് പുഷ്ടിമാർഗ എന്നുള്ളത്. ഓക്കെ. ഇനി he വല്ലഭാചാര്യ emphasized the devotion to Krishna, especially as a child god of Vrindavan. പിന്നെ രാംദാസ് പോപ്പുലറൈസ് ചെയ്ത രാമഭക്തി പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വർക്കാണ് ദാസ്ബോധ് എന്നുള്ളത്. ഈ ദസ്ബോധ് എന്നുള്ള വർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശിവജിയുടെ സ്പിരിച്വൽ മെന്ററും കൂടിയാണ് രാംദാസ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ശൈവ ഭക്തി മൂവ്മെന്റ്. ശൈവ ഭക്തി മൂവ്മെന്റ് ഗെയിൻഡ് ഗ്രേറ്റ് മൊമെന്റം ഇൻ തമിഴ്നാട് ഡ്യൂറിംഗ് 7th സെഞ്ചുറി ടു 9th സെഞ്ചുറി. നയനാർ സയൻസ്, അപ്പർ, സമ്പന്തർ, സുന്ദരാർ പോലെയുള്ള ആൾക്കാർ വഴി അവർ ശിവഭക്തി മൂവ്മെന്റ് പോപ്പുലർ ആയിരുന്നു. പിന്നെ വർക്കരി ട്രഡീഷൻ ഇസ് നോൺ ഫോർ, അതിൽ എന്തുണ്ട്, അതൊരു ഇൻക്ലൂസീവ് സമ്പ്രദായമാണ് വർക്കരീസ് എന്നുള്ളത്. അതിൽ വിമനൊക്കെ പാർട്ടായിട്ടുണ്ട്, എല്ലാ കാസ്റ്റിലെ മെമ്പേഴ്സ് ഭാഗമായിട്ടുണ്ട്. ഫോർ ബീങ് ഇത് ഇൻക്ലൂസീവ് ആണ്, ഈഗ്ലിറ്റേറിയൻ ആണ്, വെൽക്കമിങ് ബോത്ത് മെൻ ആൻഡ് വിമൻ അക്രോസ് കാസ്റ്റസ്. അപ്പൊ എല്ലാ വിമനും മെന്നിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കരി സമ്പ്രദായത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് എന്താ വിമൻ ഭക്തി സയൻസിനെ പറ്റി ഒന്ന് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഭക്തി മൂവ്മെന്റ് പറഞ്ഞപ്പം വിമൻ ഭക്തി സയൻസിനെ നമ്മൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ. സോ ഒന്നാമത്തെ ആൾ അണ്ടൽ എന്നുള്ളതാണ്. ഷീസ് ഓൾസോ നാച്ചിയാർ എന്നും അറിയപ്പെടാറുണ്ട്. സോ തിരുപ്പവൈ ആൻഡ് നാച്ചിയാർ തിരുമൊഴിയാണ് അണ്ടളുടെ ബുക്കുകൾ. ഓക്കെ. നെക്സ്റ്റ് ആണ് അക്ക മഹാദേവി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബാസവണ്ണ കർണാടകയിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ള ലിംഗായത്ത മൂവ്മെന്റ് അല്ലെങ്കിൽ വീരശൈവ മൂവ്മെന്റ് ഉണ്ട്. ഈ ലിംഗായത്ത മൂവ്മെന്റിൽ ബാസവണ്ണയുടെ കൂടെ ആ ഒരു മൂവ്മെന്റിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വിമനാണ് അക്ക മഹാദേവി എന്നുള്ളത്. അപ്പൊ 12th സെഞ്ചുറിയിലെ കന്നഡ സെയിന്റ് പോയറ്റ് ആണ് അക്ക മഹാദേവി. ഷീ എക്സ്പ്രസ്ഡ് ഹെർ ഡിവോഷൻ ടു ശിവ ത്രൂ വചനാസ്. അപ്പൊ ശിവഭക്തയാണ്, ശിവനോടുള്ള തന്റെ ഡിവോഷൻ അല്ലെങ്കിൽ ആരാധന വചനാസിലൂടെയാണ് അവർ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ ഷീ ഈസ് എ പ്രോമിനന്റ് പേഴ്സൺ ഇൻ ദ ലിംഗായത്ത ശൈവ സെക്റ്റിലെ പ്രോമിനന്റ് പേഴ്സൺ ആണ് ആര്, അക്ക മഹാദേവി എന്നുള്ളത്. ഇനി അക്ക മഹാദേവിയുടെ ഷോർട്ട് റൈറ്റിംഗ്സ് ആണ് മന്ത്രോഗോപിയും യോഗാംഗ ത്രിവിധം. അക്ക മഹാദേവിയുടെ ഷോർട്ട് റൈറ്റിംഗ്സ് ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ. പിന്നെയാണ് ഓക്കെ. സോ ലാൽ 14th സെഞ്ചുറി കാശ്മീരി ഷെയ്വേറ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് സക്കുബായി 15th സെഞ്ചുറി മറാത്തി സെയിന്റ് ആണ് സക്കുബായി എന്നുള്ളത്. ഷീ ഈസ് ഓൾസോ എ ഡിവോട്ടി ഓഫ് വിത്തോബ. കണ്ടോ, വിത്തോബ ഡിവോട്ടീസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്തിന്റെ ഭാഗമാണ്, വർക്കരി സമ്പ്രദായത്തിന്റെ ഭാഗമാണ്. സോ ദിസ് ജനാഭായി പറയാൻ വിട്ടുപോയി. 13th സെഞ്ചുറിയിലെ മറാത്തി സെയിന്റ് പോയിന്റ് ആണ് ജനാഭായി എന്നുള്ളത്. ഷീ ഈസ് ഓൾസോ ഡിവോട്ടി ഓഫ് ലോർഡ് വിത്തോബയുടെ ഡിവോട്ടി ആണ്. ഷീ എക്സ്പ്രസ് ഡിവോഷൻ ത്രൂ അഭംഗാസിലൂടെയാണ് അവർ അവരുടെ ഡിവോഷൻ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഇനി മീരാബായി നമ്മൾ അറിയാലോ, 16th സെഞ്ചുറി രജ്പുട്ട് പ്രിൻസസ് ആണ്. ഡോക്ടർ ഓഫ് രത്തൻ സിംഗ് രത്തോറിന്റെ മകളാണ്. ഡിവോട്ടി ഓഫ് ലോർഡ് കൃഷ്ണയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധികയാണ് മീര എന്നുള്ളത്, കൃഷ്ണന്റെ മീര. ഓക്കെ. സോ ആ രീതിയിൽ ഭയങ്കരമായിട്ട് ഒരുപാട് കവിതകളിലൊക്കെ ഭജനങ്ങളിലൂടെയൊക്കെ കൃഷ്ണനോടുള്ള തന്റെ ആ ഒരു ഡിവോഷൻ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രോങ് വിമൻ ഭക്തി ഡിവോട്ടിയാണ് മീരാബായി എന്നുള്ളത്. നെക്സ്റ്റ് ബഹിനാബായി ചൗധരി 17th സെഞ്ചുറിയിൽ ഉണ്ടായ മറാത്തിയിൽ ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന ഭക്തി സെയിന്റ് ആണ്. ഇവരും എന്താണ്, വർക്കരി ട്രഡീഷൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ വർക്കരി ട്രഡീഷനിൽ വിമൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഒരുപാട് വിമൻ എക്സാമ്പിൾ കണ്ടു. എന്താണ് ലിംഗായത്ത് മൂവ്മെന്റ് എന്ന് നോക്കാം. സോ ലിംഗായത്ത് മൂവ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് വീരശൈവിസം. അതിനെ വീരശൈവിസം എന്നറിയപ്പെടാറുണ്ട്. ഇറ്റ് ഈസ് എ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആണ് ലിംഗായത്ത് മൂവ്മെന്റ് എന്നുള്ളത്. അപ്പൊ ഏകദേശം ഒരു മിഡ് 12th സെഞ്ചുറിയിൽ നോർത്ത് കന്നഡയിലാണ് ലിംഗായത്ത് മൂവ്മെന്റ് എമർജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. So it emerged in the mid-12th century in North Kannada. അപ്പൊ ഈ മൂവ്മെന്റ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ദ നെയിം ഓഫ് ബാസവേശ്വർ. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് കൂടുതലായിട്ടും ബന്ധപ്പെട്ടുള്ളത് ബാസവണ്ണ എന്ന് വിളിക്കുന്ന ബാസവേശ്വരിയായിട്ടാണ്. 1105 മുതൽ 1167 കാലഘട്ടം വരെയാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. ഹു ഇസ് ഐഡന്റിഫൈഡ് മൈനി ആസ് എ ഫൗണ്ടിങ് ഫാദർ ഓഫ് ദ മൂവ്മെന്റ്. അപ്പൊ ഈ ഒരു ലിംഗായത്ത് മൂവ്മെന്റിന്റെ ഫൗണ്ടിങ് ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ബാസവേശ്വരി അല്ലെങ്കിൽ ബാസവണ്ണയാണ്.
ഓക്കെ. ഇനി ഈ വീരശൈവിസം അല്ലെങ്കിൽ ലിംഗായത്ത് മൂവ്മെന്റിനെ അവരറിയപ്പെട്ടത് ലിംഗായത്തുകൾ എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം ദേ ബിയേഴ്സ് ദ ലിംഗം, ലോർഡ് ശിവയുടെ സിമ്പിൾ ആയിട്ടുള്ള ലിംഗ അവരവരുടെ ഈ ഒരു കൈയുടെ ഭാഗത്ത് അവർ കെട്ടിയിടുമായിരുന്നു. ഓക്കെ. സോ ദ വീരശൈവാസ് ഓർ ലിംഗാസ് വർഷിപ്പ് ഓൺലി ലോർഡ് ശിവ ഇൻ ദ ഫോം ഓഫ് എ ലിംഗ. അപ്പൊ അവര് ശിവനെ മാത്രം ആരാധിക്കുന്നുള്ളൂ, അതും ശിവന്റെ ലിംഗ ഫോമിലാണ് ഇവർ ആരാധിക്കുന്നത്. ഓക്കെ. സോ ഇവിടെ എന്തില്ല, ഇവർക്കകത്ത് യാതൊരു തരത്തിലുള്ള കാസ്റ്റ് ബേസ്ഡോ ജെൻഡർ ബേസ്ഡോ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇന്നീക്വാലിറ്റിയും ലിംഗായത്ത് മൂവ്മെന്റിന്റെ അകത്തില്ല എന്നാദ്യം മനസ്സിലാക്കണം. ഓക്കെ. സോ വീരശൈവിസം ഹോൾസ് ഓൾ ലിംഗ വർഷിപ്പേഴ്സ് ഫോർ ഈക്വൽ ആൻഡ് ഗെയിൻഡ് ഈക്വൽ ആക്സസ് ടു സാൽവേഷൻ. വൺസ് നമ്മൾ ഈ വീരശൈവിസത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ലിംഗായത്ത മൂവ്മെന്റിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇക്വാലിറ്റി ആണ്. എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും എന്തുണ്ട്, ഈക്വൽ ആക്സസ് ടു സാൽവേഷൻ. സാൽവേഷനിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് എല്ലാവർക്കും ഒരുപോലെ സാധ്യത അല്ലെങ്കിൽ ആക്സസ് ഉണ്ട്. ഓക്കെ. ഇനി ബാസവണ്ണെ ഈ ഒരു ലിംഗായത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ അക്കമ്പനി ചെയ്ത രണ്ട് മെയിൻ ആൾക്കാരാണ്, ഒന്ന് അല്ലാമ പ്രഭുവും മറ്റൊന്ന് അക്ക മഹാദേവിയും. ഓക്കെ. സോ ബാസവണ്ണ ഈസ് അക്കമ്പനിഡ് ബൈ അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി. ഇനി ബാസവണ്ണ ഈ ഒരു മൂവ്മെന്റ്, ലിംഗായത്ത മൂവ്മെന്റ് അല്ലെങ്കിൽ വീരശൈവിസ മൂവ്മെന്റ് എന്നുള്ളത് കർണാടകയിൽ അത്രത്തോളം പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു സ്റ്റെപ്പായിരുന്നു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അനുഭവ മണ്ഡപ എന്നുള്ളത്. അപ്പൊ അവിടെ ഒരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. അനുഭവ മണ്ഡപയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഏത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അത് ലിംഗായത മൂവ്മെന്റ് അല്ലെങ്കിൽ വീരശൈവിസം മൂവ്മെന്റ് ആണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് ഈ അനുഭവ മണ്ഡപ? ഹാൾ ഓഫ് ഡിസ്കഷൻ ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. നമ്മുടെ ഈ ബാത്തുകാനൊക്കെ പോലെ എല്ലാവരും വന്നിരുന്ന് അവിടെ അവരുടെ മതപരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഹാളാണ് അനുഭവ മണ്ഡപ എന്നുള്ളത്. അത് കല്യാണയിലാണ് ഇദ്ദേഹം തുടങ്ങിയിട്ടുള്ളത്. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടേക്കൻ ബൈ ബാസവ ടു പോപ്പുലറൈസ് ദ മൂവ്മെന്റ് വാസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അനുഭവ മണ്ഡപ അഥവാ ഹാൾ ഓഫ് ഡിസ്കഷൻ ഓഫ് എക്സ്പീരിയൻസ് അറ്റ് കല്യാണം. ഓക്കെ. ഇനി ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഷ്യൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള മെമ്പേഴ്സ് ഒരുമിച്ച് വന്ന് ഈ അനുഭവ മണ്ഡലയിൽ ഇന്ന് വീരശൈവിസത്തിന്റെ വേരിയസ് ആസ്പെക്ടുകൾ ഡിസ്കസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഒരു ഹാൾ ഓഫ് ഡിസ്കഷൻ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഡിസ്കഷൻ വാസ് കാരിഡ് ഓൺ അണ്ടർ ഗൈഡൻസ് ഓഫ് ലീഡേഴ്സ്. അപ്പൊ ഈ ഡിസ്കഷൻ വെറുതെ ഒരു ഡിസ്കഷൻ അല്ല, ഇതൊരു പ്രോപ്പർ സ്ട്രക്ചർ ഒക്കെ ഉണ്ട്, ഇതൊരു ലീഡറൊക്കെ ഉണ്ടാവും ഇത് ഗൈഡ് ചെയ്യാനായിട്ട്. അതിൽ കന്നഡയിലായിരുന്നു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബാസവനായർക്ക് എത്രത്തോളം പോപ്പുലറൈസ് ആ ഒരു കർണാടക റീജിയനിൽ അന്ന് കിട്ടാനുള്ള കാരണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. എല്ലാ ആൾക്കാർക്കും ഒരുപോലെ മനസ്സിലാവുന്ന ടീച്ചിങ് ആയിരുന്നു ബാസവനയുടെ ടീച്ചിങ് എന്നുള്ളത്. അദ്ദേഹം എഴുതിയതും വളരെ സിമ്പിൾ ആയിട്ടുള്ള വചന ഫോമിലായിരുന്നു. ഓക്കെ. ഇനി അദ്ദേഹത്തിന്റെ കൂടെ ലോവർ കാസ്റ്റ്, ആ ഒരു കാലഘട്ടത്തിലെ ഒരു ചാതുർവർണ്ണ കാസ്റ്റ് സിസ്റ്റത്തിലൊക്കെ ഔട്ട് കാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ലോവർ കാസ്റ്റ് ആൾക്കാരുണ്ട്. ഈ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ ആര് ചേർത്ത് പിടിച്ചിട്ടുണ്ട്? ലിംഗായത്ത മൂവ്മെന്റ് അല്ലെങ്കിൽ വീരശൈവിസം അല്ലെങ്കിൽ ബാസവണ്ണ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാസവണ്ണയ്ക്ക് ആ രീതിയിലും വളരെയധികം പോപ്പുലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. സോ പ്രഡോമിനന്റ്ലി അവർ ലോവർ കാസ്റ്റിലെ ആൾക്കാരായിരുന്നു ഈ ഒരു ലിംഗായത്ത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ചെന്നയ്യ എന്ന് പറയുന്ന ഒരു ലിംഗായത്ത് മൂവ്മെന്റിൽ ഒരാൾ മെൻഷനിങ് ഉണ്ട്. ഹി വാസ് എ സ്കാവെഞ്ചർ ആണ്. ഇപ്പോ ഹിന്ദുസത്തിലൊക്കെ അത്രയും വെറുക്കപ്പെടുന്ന ഒരു ജോബിയാണ് സ്കാവെഞ്ചിങ് എന്നുള്ളത്. ഈവൻ മെഡിസിൻ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരുപാട് കാലത്തോളം അവരെന്ത് ചെയ്തിട്ടില്ല, ഹ്യൂമൻ അനാട്ടമിയെ പറ്റി അവരൊന്നും ചെയ്യാതിരിക്കുന്നത് ഈ സ്കാവെഞ്ചിങ് എന്നുള്ള സാധനം ഒരു ടാബു ആയിട്ട് നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ. സോ പിന്നെ അതുപോലെ തന്നെ അപ്പണ്ണ എന്ന് പറയുന്ന ഒരാളെയും പറ്റിയിട്ട് ഈ ലിംഗായത്ത മൂവ്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെ പറ്റി മെൻഷനിങ് ഉണ്ട്. ഹി വാസ് ബാർബർ ബൈ പ്രൊഫഷൻ. അദ്ദേഹം ഒരു ബാർബറുമാണ്. സോ അത്രത്തോളം സൊസൈറ്റിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും എലിമിനേറ്റ് ചെയ്യപ്പെട്ട ലോ സോഷ്യൽ സ്റ്റാറ്റസിൽ ബിലോങ് ചെയ്യുന്ന സോക്കോൾഡ് ലോ സോഷ്യൽ സ്റ്റാറ്റസിലൊക്കെ ബിലോങ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ആര് ചേർത്ത് പിടിച്ചിട്ടുണ്ട്? ഈ ലിംഗായത്ത മൂവ്മെന്റ് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ലിംഗായത്ത മൂവ്മെന്റിൽ ഒരിക്കലും രാമാനുജയുടെ പേരൊന്നും എന്തില്ല വരുന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേർഡ് സൊന്താർ റെഫർ ടു? ഈ സൊന്താർ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണെന്നുള്ളത്. ബാങ്ക്, മെർച്ചന്റ് കമ്മ്യൂണിറ്റി, അഗ്രികൾച്ചറൽ ലോൺ, എ റാങ്ക്. എളുപ്പല്ലേ? തക്കാവി ആൻഡ് സൊന്താർ പ്രൊവൈഡഡ് ബൈ മുഹമ്മദ് ബിൻ തുഗ്ലക് ടു ഫാർമേഴ്സ്. ഫാർമേഴ്സിന് സന്താവിയും തക്കാവിയും മുഹമ്മദ് ബിൻ തുഗ്ലക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫാർമേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് അഗ്രികൾച്ചറൽ ലോൺ ആയിരിക്കും. ഓക്കെ. സോ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആർക്കും ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിവേ ഓപ്ഷൻ എ ബാങ്ക് ഉണ്ടായിരുന്നു, ഓപ്ഷൻ ബിയിൽ മെർച്ചന്റ് കമ്മ്യൂണിറ്റി, ഓപ്ഷൻ 3 അഗ്രികൾച്ചറൽ ലോൺ, ഓപ്ഷൻ ഡി എ റാങ്ക്. അതായിരുന്നു തന്നിരിക്കുന്ന ഓപ്ഷൻസ്. പക്ഷെ സ്വന്താർ എന്നുള്ളത് എന്താണ്? അത് അഗ്രികൾച്ചറൽ ലോൺ ആണെന്നുള്ളത് ഓർക്കുക.
സോ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ 1325 മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം എന്താ പറയാ ലൈക്ക് ആവേശമുള്ള ഒരു ഭരണാധികാരിയാണ്. ദീർഘമായി ചിന്തിച്ചിട്ട് നല്ലൊരു കാര്യം ചെയ്യുക, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക, ഭയങ്കരമായിട്ട് ഒരു ഹേസ്റ്റി ജനറലൈസേഷൻ ഒക്കെ നടത്തുന്ന ഒരാളാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പാളിപ്പോയിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ഇന്നും നമ്മൾ സത്യാരിക്കലി തുഗ്ലക്കിന്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ പാളിപ്പോയിട്ടുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെതുണ്ട്. അതിലൊന്നാണ് 1325 അദ്ദേഹം നടത്തിയിട്ടുള്ള ടാക്സേഷൻ ഇൻ ദ ഡോബ് എക്സ്പെരിമെന്റ് എന്നുള്ളത്. അപ്പൊ ഡോബ് ഏരിയയിൽ ടാക്സേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്. സോ ഇവിടെ മനസ്സിലാക്കണം, ഈ ഒരു ടാക്സേഷൻ ഫെയിൽ ആയിട്ടുള്ളത് ഒരിക്കലും ഓവർ അസസ്മെന്റ് കൊണ്ടല്ല. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഒരുപാട് ടാക്സും ഡിമാൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഏറ്റവും ഡൽഹി സൽത്തനത്തിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ടാക്സ് ഡിമാൻഡ് ചെയ്തിട്ടുള്ള റൂളർ അത് അലാവുദ്ദീൻ ഖൽജിയാണ്. ബട്ട് സ്റ്റിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സേഷൻ പോളിസി ഫെയിൽ ആയിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ആ ഒരു മണ്ണിൽ നിന്ന് കിട്ടാവുന്നതിൽ കൂടുതൽ മുഹമ്മദ് തുഗ്ലക്ക് ഡിമാൻഡ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു സിവിയർ ഫെമൈന് അത് കാരണം, ഈ ഒരു ടാക്സേഷൻ പോളിസി ഫെയിൽ ആയത് കാരണം ഉണ്ടായി. അപ്പൊ സുൽത്താൻ എന്ത് ചെയ്തു, ഹി ഷിഫ്റ്റഡ് ഫ്രം ഡൽഹി ടു ഗാംഗറ്റിക് ഡൗൺ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പോളിസി അല്ലെങ്കിൽ ഇദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ടാക്സ് മെക്കാനിസം ഫെയിൽ ആയതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു, ലൈക്ക് ആ ഒരു ഫെമൈൻ സംഭവിച്ചു. ഇദ്ദേഹം എസ്കേപ്പ് ചെയ്തില്ല കേട്ടോ. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്തു, അദ്ദേഹം ഡൽഹിന്ന് ഈ ഫെമൈൻ ബാധിതരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഗാംഗറ്റിക് ഡോബിലെ സുവർഗദ്വരി എന്ന് പറയുന്ന സ്ഥലത്ത് 2.5 വർഷം അവരുടെ കൂടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിട്ടാണ് ദിവാനൈ കോഹി എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഉണ്ടാക്കണം. സോ അതാണ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത്. സോ അദ്ദേഹം എന്ത് ചെയ്തു, ദിവാനൈ കോഹി എന്നുള്ള ഒരു അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ ദിവാനൈ കോഹി വഴി ഫാർമേഴ്സിന് നല്ല ക്വാളിറ്റിയുള്ള സീഡ്സും കാറ്റിൽസിനൊക്കെ എന്താണ് സപ്ലൈ ചെയ്യാം എന്നുള്ളതായിരുന്നു തുഗ്ലക്കിന്റെ ഒരു പ്ലാൻ. ഇത് കൂടാതെ ഫാർമേഴ്സിന് വേണ്ടി തക്കാവി എന്നുള്ള ഒരു ലോണും സ്വന്താർ എന്നുള്ള ലോൺസും ഫാർമേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തക്കാവി ആൻഡ് സ്വന്താർ വേർ അഗ്രികൾച്ചറൽ ലോൺസ് പ്രൊവൈഡഡ് ബൈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ടു ഫാർമേഴ്സ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദ റീൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ദ ഫേമസ് വർക്ക് ഓൺ മ്യൂസിക് തുഹ്ഫത്തുൽ ഹിന്ദ് വാസ് കമ്പോസ്ഡ്? സോ ഈ പറയപ്പെടുന്ന ആടെ കാലഘട്ടത്തിലാണ് തുഹ്ഫത്തുൽ ഹിന്ദ് എന്നുള്ള പ്രധാനമായിട്ടുള്ള മ്യൂസിക്കിനെ പറ്റിയിട്ടുള്ള വർക്ക് എഴുതപ്പെട്ടിട്ടുള്ളത്. ഓപ്ഷൻ എ ഔറംഗസേബ്, ഓപ്ഷൻ ബി അക്ബർ, ഓപ്ഷൻ സി ജഹാംഗീർ, ഓപ്ഷൻ ഡി ബാജിറാവു. ആടെ കാലഘട്ടത്തിലാണ് തുഹ്ഫത്തുൽ ഹിന്ദ് എന്നുള്ള വർക്ക് കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിലെ കറക്റ്റ് ആൻസർ എന്നത് ഔറംഗസേബ് ആണ്. ഹിസ്റ്റോറിക്കലി വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ തുഹ്ഫത്തുൽ ഹിന്ദിന്റെ ഓതർ ഔറംഗസേബിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് ഉണ്ട്. സോ പിന്നെ ഔറംഗസേബിനെ പറ്റി പറയുമ്പോൾ ഔറംഗസേബ് മ്യൂസിക് ഒക്കെ ബാൻ ചെയ്ത ആളാണ്. കോർട്ടിൽ മ്യൂസിക് ഒക്കെ ബാൻ ചെയ്ത ആളാണ് ഔറംഗസേബ്. പക്ഷെ ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് മ്യൂസിക് റിലേറ്റഡ് ഏറ്റവും കൂടുതൽ വർക്ക്സ് വരുന്നത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, സോ അത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് മ്യൂസിക് റിലേറ്റഡ് ഏറ്റവും കൂടുതൽ വർക്ക്സുകൾ വന്നിട്ടുള്ളതെന്നും കൂടി ഓർത്തിരിക്കാം. സോ അതിന്റെ ഒരു ആൻസർ എന്നുള്ളത് ഓപ്ഷൻ എ ഔറംഗസേബ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ എക്സ്പ്ലനേഷൻ നോക്കാം. ദ വർക്ക് ഓൺ ഇന്ത്യൻ മ്യൂസിക് ടൈറ്റിൽഡ് തുഹ്ഫത്തുൽ ഹിന്ദ്. തുഹ്ഫത്തുൽ ഹിന്ദ് എന്ന ടൈറ്റിലാണ് ഈ ഒരു വർക്കിനുള്ളത്. ദ ഗിഫ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ് അർത്ഥം. അതിന്റെ ഓതർ ആരാണ്? മിർസ ഖാനാണ് അതിന്റെ ഓതർ. ഹി വാസ് എ മുഗൾ നോബിൾ മാൻ ആൻഡ് ലിറ്ററേച്ചർ. ഹി ലീവ്ഡ് ഡ്യൂറിംഗ് ദ 17th സെഞ്ചുറി ദ കോർട്ട് ഓഫ് മുഗൾ എംപറർ ഔറംഗസീബ്. ഇതില് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട് കേട്ടോ. ശരിക്കും മുഹമ്മദ് ഷാ റംഗീലയുടെ കോർട്ടിൽ നിന്നാണ് മിർസ ഖാൻ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു എവിഡൻസും കാണാം. പക്ഷെ ഓപ്ഷനിൽ ഔറംഗസേബ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഔറംഗസേബ് വെച്ച് പോകാം എന്നുള്ളതേ ഉള്ളൂ. എനിവേ, മിർസ ഖാന്റെ വർക്കാണ് തുഹ്ഫത്തുൽ ഹിന്ദ് എന്നുള്ളതും തുഹ്ഫത്തുൽ ഹിന്ദില് നമ്മുടെ ഈ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ഹിന്ദു പ്രസോഡി റിയോറ്ററിക് മ്യൂസിക് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ the book തുഹ്ഫത്തുൽ ഹിന്ദ്. തുഹ്ഫത്തുൽ ഹിന്ദ് എന്നുള്ള ഒരു ബുക്ക് മിർസ ഖാന്റെ വർക്ക്. ഇറ്റ്സ് ആൻ എൻസൈക്ലോപീഡിക് എക്സ്പോസിഷൻ ഓഫ് ഇന്ത്യൻ സയൻസസ് ഉണ്ട് വിത്ത് എ ഫോക്കസ് ഓൺ ഹിന്ദു പ്രസോഡി റിയോറ്ററിക് ആൻഡ് മ്യൂസിക്. ഇറ്റ് ഓൾസോ ഫീച്ചേഴ്സ് ആൻ എക്സ്റ്റെൻസീവ് ഗ്ലോസറി ഓഫ് ദ ബ്രജ് ഡയലക്ട്. എന്താ ഒരു ബ്രജ ഭാഷയുടെ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഗ്ലോസറിയും ഈ ഒരു തുഹ്ഫത്തുൽ ഹിന്ദ് എന്നുള്ള വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ,
നമുക്ക് മിഡീവൽ മ്യൂസിക്കിനെ പറ്റി കുറച്ച് സംസാരിക്കാം. ഇവിടെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. മിഡീവൽ മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ ടർക്സുകൾ ഇന്ത്യയിലേക്ക് വന്നത്, ടർക്കിഷുകൾ ഇന്ത്യയിൽ സ്ഥാപിതമായ സമയത്ത് തന്നെ ഒരു റിച്ച് അറബിക് ട്രഡീഷൻ ഓഫ് മ്യൂസിക്കും അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു ടർക്കിഷ് കോൺടാക്ട് വഴി ഇന്ത്യയിൽ കേവലം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം മാത്രമല്ല ഉണ്ടായിരുന്നത്, കൾച്ചറൽ സ്ഫിയറിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്കിടെക്ചർ ആയിക്കോട്ടെ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ. അപ്പൊ ആ ഒരു മ്യൂസിക്കിലും നമുക്ക് അറബിക് ട്രഡീഷൻ ഓഫ് മ്യൂസിക് കാണാൻ സാധിക്കും. അപ്പൊ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്ന പുതിയതായിട്ടുള്ള മ്യൂസിക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളാണ് റബാബും സാരംഗിയൊക്കെ. ഓക്കെ, റബാബ് ആൻഡ് സാരംഗി വർ ദ ന്യൂ ഇൻസ്ട്രുമെന്റ്സ് ബ്രോട്ട് ബൈ ടർക്സ് ടു ഇന്ത്യ. ഡൽഹി സൽത്തനത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഈ ഇന്ത്യൻ മ്യൂസിക്കിന്റെയും അറബിക് മ്യൂസിക്കിന്റെയും ഒരു കൊളാബറേഷൻ, ആ ഒരു കോണ്ടാക്ട് നടന്നിട്ടുള്ളത്. ഓക്കെ, സോ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് അറബിക് മ്യൂസിക് ഒക്കെ ഡ്യൂറിംഗ് ദ സൽത്തനൈറ്റ് പീരീഡ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന പേരാണ് തുതി ഹിന്ദ് അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിന് നായക് എന്നൊരു ടൈറ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം മ്യൂസിക്കിന്റെ തിയററ്റിക്കൽ വശമായിക്കോട്ടെ, മ്യൂസിക്കിന്റെ പ്രാക്ടിക്കൽ വശമായിക്കോട്ടെ, അന്ന് അദ്ദേഹമായിരുന്നു ഇവിടുത്തെ മാസ്റ്റർ ഓഫ് മ്യൂസിക് എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നായക് എന്നൊരു ടൈറ്റിൽ അമീർ ഖുസ്രുവിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് ഒരുപാട് പേർഷ്യോ അറബിക് രാഗങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അമീർ ഖുസ്രു ആണ്. ഏതൊക്കെയാണ് അമീർ ഖുസ്രു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രാഗങ്ങൾ? ഐമൻ, ഘോര, സനം. ഇനി അടുത്ത തവണ വേണമെങ്കിൽ ചോദിക്കട്ടോ, തക്കാവിയൊക്കെ ചോദിച്ചത്, സ്വന്തരൊക്കെ ചോദിച്ചതുപോലെ വാട്ട് ഈസ് ഐമൻ, ഘോര, സനം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് പേർഷ്യോ അറബിക് രാഗങ്ങളാണ് ഇന്ത്യയിലേക്ക് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? അമീർ ഖുസ്രു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അമീർ ഖുസ്രു ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻവെൻഷൻ ഓഫ് സിത്താർ. സിത്താറിന്റെ കണ്ടുപിടുത്തം അമീർ ഖുസ്രുവിന്റേതാണ് എന്നുള്ളതാണ് മറ്റൊരു ഫാക്ട്. ഇനി ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടത്തിൽ രാഗദർപ്പൺ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ വർക്ക് ഉണ്ട് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട്. രാഗദർപ്പൺ എന്നുള്ള ഇന്ത്യൻ ക്ലാസിക്കൽ വർക്ക് ഉണ്ട്, ഇന്ത്യൻ ക്ലാസിക്കൽ വർക്ക് ഓൺ മ്യൂസിക്. ഇതിനെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു ചോദ്യവും NTA ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ആളുടെ ഭരണകാലഘട്ടത്തിലാണ് രാഗദർപ്പൺ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇനി അന്നത്തെ കാലഘട്ടത്തിലെ ഒരു ഗ്രേറ്റ് പാട്രൺ ഓഫ് മ്യൂസിക് ആയിരുന്നു സുൽത്താൻ ഹുസൈൻ ഷർക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് പാട്രണൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സുൽത്താൻ ഹുസൈൻ ഷർക്കി എന്നുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഫേമസ് പേഴ്സണാലിറ്റിയാണ് പിർ ബോധൻ. So Sultan Hussain Sharki was a great patron of music. The Sufi saint Pir Bodan is a great musician of his age. ആ ഒരു കാലഘട്ടത്തിലെ ഗ്രേറ്റ് മ്യൂസീഷ്യൻ ആയിരുന്നു പിർ ബോധൻ എന്നുള്ളത്. ഇനി ഗ്വാലിയോർ ബേസ്ഡുള്ള ഏരിയയിൽ മ്യൂസിക് ഹൈലി കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലൈക് മ്യൂസിക് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഗ്വാലിയോർ എന്നുള്ളത്. അവിടുത്തെ രാജാ മാൻസിംഗ് ഓഫ് ഗ്വാലിയോർ, അദ്ദേഹം ഭയങ്കര മ്യൂസിക് ലവറാണ്. ഓക്കെ, ഇനി ദ വർക്ക് മാൻ കൗത്ഹാൾ വാസ് പ്രിപ്പയർഡ് അണ്ടർ ഹിസ് ഏജസ്. അദ്ദേഹത്തിന്റെ കീഴിൽ പ്രിപ്പയർ ചെയ്യപ്പെട്ട മ്യൂസിക് റിലേറ്റഡ് വർക്കാണ് മാൻ കൗത്ഹാൾ എന്നുള്ളത്. രാജാ മാൻസിംഗ് ഓഫ് ഗ്വാലിയോറിന്റെ കാലഘട്ടത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മ്യൂസിക് റിലേറ്റഡ് വർക്കാണ്. ഓക്കെ, ഇനി ഈ ഒരു വർക്കിൽ എന്താണുള്ളത്? ഇന്ത്യയിലേക്ക് മുസ്ലിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ പുതിയ മ്യൂസിക്കൽ മോഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മുടെ രാജാ മാൻസിംഗ് ഓഫ് ഗ്വാലിയോറിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട, അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃത്വത്തിൽ എഴുതപ്പെട്ട മാൻ കൊത്വാൾ എന്നുള്ള വർക്കിലുള്ളത്. ഓക്കെ, സോ ദിസ് വർക്ക് ഇൻക്ലൂഡഡ് ഓൾ ന്യൂ മ്യൂസിക്കൽ മോഡ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മുസ്ലിംസ് ഇൻ ഇന്ത്യ. ഇനി ദ ഏർലിയസ്റ്റ് നോൺ ട്രീറ്റീസ് ഓൺ ഇന്ത്യൻ മ്യൂസിക് ഇസ് ദ മിഡീവൽ പീരീഡ് സംഗീത രത്നാകർ. ഇനി മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട് മിഡീവൽ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന മ്യൂസിക്കൽ ട്രീറ്റേസ് എന്നുള്ളത് അത് സംഗീത രത്നാകർ ആണ്. എന്താണ്? സംഗീത രത്നാകർ. ആരുടേതാണ് സംഗീത രത്നാകർ? സാരംഗദേവിന്റേതാണ്. ഇറ്റ് വാസ് കമ്പോസ്ഡ് ബൈ സാരംഗദേവ. 1210 മുതൽ 47 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം യാദവാസിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ആളാണ്. യാദവ റൂളേഴ്സ് ഓഫ് ദേവഗിരി കോർട്ടിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ സാരംഗദേവ്. സാരംഗദേവിന്റെ സംഗീത രത്നാകർ ആണ് ഏർലിയസ്റ്റ് നോൺ ട്രീറ്റേഴ്സ് ഓൺ മ്യൂസിക് ഇൻ ദ മിഡീവൽ പീരീഡ്. എന്താണ് ഇതിന്റെ ഒരു റെലവൻസ് എന്നുള്ളത്? ഓക്കെ, ഇതില് ആ ഒരു കണ്ടംപററി മ്യൂസിക് കൂടാതെ കണ്ടംപററി ഡാൻസ് ഫോംസിനെ പറ്റിയിട്ടും സംഗീത രത്നാകർ പറയുന്നുണ്ട്. പ്ലസ് അന്നത്തെ കാലത്തില് ഏകദേശം 264ഓളമുള്ള മ്യൂസിക്കൽ രാഗാസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 264ഓളമുള്ള രാഗങ്ങളെ പറ്റിയിട്ട് സംഗീത രത്നാകർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ രാഗങ്ങളെ മേജർ രാഗങ്ങൾ എന്നും മൈനർ രാഗങ്ങൾ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ബുക്കാണ് എന്തുള്ളത്? ദ സിസ്റ്റമാറ്റിക് എക്സ്പോഷൻ ഓഫ് ദ വേരിയസ് എലമെന്റ്സ് ഓഫ് മ്യൂസിക്. മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുടെ ഒരു സിസ്റ്റമാറ്റിക് എൻക്വയറി നടത്തിയിട്ടുണ്ടായ ഒരു വർക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് എക്സ്പോസിഷൻ നമുക്ക് നൽകുന്ന വർക്കാണ് സാരംഗദേവിന്റെ സംഗീത രത്നാകർ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ കഴിഞ്ഞു. അത് 13-ാം നൂറ്റാണ്ടിലാണ് എഴുതപ്പെട്ടത്.
ഇനി 15-ാം നൂറ്റാണ്ടിൽ അടുത്ത മ്യൂസിക്കൽ ട്രീറ്റേഴ്സ് വരികയാണ്. അതാണ് രാഗതരംഗിണി എന്നുള്ളത്. രാഗതരംഗിണി എന്നുള്ളത് അത് എഴുതിയിട്ടുള്ള ആൾ എന്നുള്ളത് ലൊച്ചാൻ കവിയാണ്. ഇവിടെയൊക്കെ ഒരു മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. സംഗീതരത്നാകർ, സാരംഗദേവ്, രാഗദർപ്പൺ, ലൊച്ചാൻ കവി. ഓക്കെ, 15-ാം നൂറ്റാണ്ടിലാണ്. 15-ാം നൂറ്റാണ്ടിൽ തന്നെ ഗുജറാത്തിൽ നിന്ന് നമുക്ക് 2 മ്യൂസിക്കൽ ട്രീറ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. അതിലൊന്നാണ് സംഗീത സുധാകർ എന്നുള്ളത്. ഈ സംഗീത സുധാകറിന്റെ ഓതർ ഹരിപാൽ ദേവാണ്. അന്നത്തെ സൗരാഷ്ട്ര ഭരിച്ചിട്ടുണ്ടായിരുന്ന കിങ് ആയിരുന്ന ഹരിപാൽ ദേവാണ് സംഗീത സുധാകറിന്റെ ഓതർ. അപ്പൊ ഇവിടെയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ മ്യൂസിക്കിനെ ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നും കർണാട്ടിക് മ്യൂസിക് എന്നുള്ള രീതിയിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു സംഗീത സുധാകറിലാണ്. ഓക്കെ, സംഗീത സുധാകറിലാണ്. ഇനി മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പേർഷ്യൻ വർക്കാണ് ഗുന്യത്തുൽ മുന്യ എന്നുള്ളത്. ഗുന്യത്തുൽ മുന്യയുടെ മീനിങ് പ്ലഷർ ഓഫ് ഡിസയർ എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു പേർഷ്യൻ വർക്കിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ആദ്യ ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, സബ് സെക്ഷൻസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓതർ ആരാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, സോ ഇതിന്റെ മാനുസ്ക്രിപ്റ്റ് ഓഫ് ദ കോപ്പി ഇൻകംപ്ലീറ്റ് ആണ്. അതിന്റെ ഒരു ലാസ്റ്റത്തെ 4 സബ് സെക്ഷൻസും ഫസ്റ്റത്തെ ഒരു ഫോളിയോ ഒക്കെ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നെയിം ഓഫ് ദ ഓതറും എന്തല്ല നമുക്ക് അവൈലബിൾ അല്ലെങ്കിലും പേർഷ്യൻ വർക്കായിട്ടുള്ള ഗുന്യത്തുൽ മുന്യ മ്യൂസിക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യയിൽ എഴുതപ്പെട്ട ഒരു ട്രീറ്റേഴ്സ് ആണെങ്കിൽ ഒരു വർക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനിമേ ഈ ഒരു വർക്ക് എഴുതപ്പെട്ടിട്ടുള്ളതും അതും ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടമാണെന്ന് പറയാൻ കാര്യം അതിൽ പറയപ്പെടുന്ന ഒരു ചാപ്റ്ററിൽ മാലിക് ഷംസുദ്ദീൻ അബുരാജയെ പറ്റി പറയുന്നുണ്ട്. ഈ മാലിക് ഷംസുദ്ദീൻ അബുരാജ എന്നുള്ളത് ഫിറോസ് ഷാ തുഗ്ലക്ക് ഡൽഹി ഭരിക്കുമ്പോൾ ഗുജറാത്ത് പ്രോവിൻസിലെ ഗവർണർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു വർക്കായിരിക്കാം എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് പേർഷ്യൻ ലാംഗ്വേജിൽ അല്ലെങ്കിൽ പേർഷ്യൻ ലാംഗ്വേജിൽ എഴുതപ്പെട്ട മ്യൂസിക്കായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏർലിയസ്റ്റ് ട്രീറ്റേഴ്സ് എന്നുള്ളത്. സോ ഇതിൽ സാൻസ്ക്രിറ്റ് വർക്ക്സുകളൊക്കെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട് ഗുന്യത്തുൽ മുന്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഈവന്റ്സ് ഓഫ് അക്ബർസ് റീൻ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അക്ബറിന്റെ ഭരണകാലഘട്ടത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈവന്റ് തന്നിട്ടുണ്ട്, ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻവേഷൻ ഓഫ് ഖണ്ഡേഷ്, ഫസ്റ്റ് ജിസ്യൂട്ട് മിഷൻ അറ്റ് ആഗ്ര, ഫൗണ്ടേഷൻ ഓഫ് ഫത്തേപൂർ സിക്രി, which arrives at Agra, annexation of Kashmir. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ഖണ്ഡേഷ് എപ്പോഴാണ് പിടിച്ചെടുത്തത്, അല്ലെങ്കിൽ അസിഗഡ് എപ്പോഴാണ് പിടിച്ചെടുത്തിട്ടുള്ളത്? 1601 പിടിച്ചെടുത്തിട്ടുള്ളത് അല്ലെ. സോ ഫസ്റ്റ് ജിസ്യൂട്ട് മിഷൻ അറ്റ് ആഗ്ര 1580 ഫസ്റ്റ് ജിസ്യൂട്ട് മിഷൻ അറ്റ് ആഗ്ര ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് അക്ബർ എന്നുള്ളത്. പിന്നെ ഫൗണ്ടേഷൻ ഓഫ് ഫത്തേപൂർ സിക്രി 1571 പിന്നെ ആഗ്രയിൽ റാൾഫീച്ച് ആഗ്ര എത്തുന്നത് 1555 അനക്സേഷൻ ഓഫ് കാശ്മീർ എന്നുള്ളത് 1556 ഓക്കെ, സോ അവസാനം എന്ത് വരും? ഇൻവേഷൻ ഓഫ് ഖണ്ഡേഷ് വരും. അല്ല, അനക്സേഷൻ ഓഫ് ഓക്കെ, ഇവിടെ ഒരു കറക്റ്റ് ആൻസർ ഇല്ല കേട്ടോ. ഒരു തന്നിരിക്കുന്ന ഓപ്ഷൻ റോങ് ഉണ്ട്. ലാസ്റ്റ് വരുന്നത് ഖണ്ഡേഷ് ആണ്. ഖണ്ഡേഷിന് മുന്നേ കാശ്മീർ അക്ബർ പിടിച്ചെടുത്തിട്ടുണ്ട്. സോ കറക്റ്റ് ഓർഡർ എന്നുള്ളത് ഇൻവേഷൻ ഓഫ് ഖണ്ഡേഷ് 1601 ഫസ്റ്റ് ജിസ്യൂട്ട് മിഷൻ അറ്റ് ആഗ്ര 1550 ഫൗണ്ടേഷൻ ഓഫ് ഫത്തേപൂർ സിക്രി 1571 ഫിച്ച് അറൈവ്സ് അറ്റ് ആഗ്ര 1555 അനക്സേഷൻ ഓഫ് കാശ്മീർ 1586 നമുക്ക് എന്ത് ചെയ്യാം, മുഗൾ കോർട്ടിൽ ഉണ്ടായിരുന്ന ഫോറിൻ ട്രാവലേഴ്സിനെ നോക്കാം. ഒന്നാമത്തെ ആള് റാൾഫിച്ച് ആണ്. വാസ് എ ഫസ്റ്റ് ബ്രിട്ടീഷർ ടു വിസിറ്റ് ഇന്ത്യ ഡ്യൂറിംഗ് മുഗൾ പീരീഡ്. മുഗൾ പീരീഡിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ബ്രിട്ടീഷർ എന്നുള്ളത് റാൾഫിച്ച് ആണ്. ഹി ടോക്ക്ഡ് അബൌട്ട് ദ മിസറബിൾ കണ്ടീഷൻസ് ഓഫ് കോമൺ മാൻ. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ദയനീയാവസ്ഥ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ദയനീയാവസ്ഥയെ പറ്റിയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? റാൾഫിച്ച് പറഞ്ഞിട്ടുണ്ട്. അക്ബറിന്റെ കാലഘട്ടത്തിലാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ടവർണിയർ ആണ്. അദ്ദേഹം ഫ്രഞ്ച് ഡയമണ്ട് ട്രേഡർ ആണ്. ഓക്കെ, സോ അദ്ദേഹം ഏകദേശം 6 തവണ ഷാജഹാന്റെയും ഔറംഗസേബിന്റെ ഒക്കെ ഭരണകാലഘട്ടത്തിലായിട്ട് ടോട്ടലി 6 തവണ അദ്ദേഹം ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ഹിസ് ട്രേഡ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. അദ്ദേഹം ഒരു ഡയമണ്ട് ട്രേഡർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഓൾസോ വിസിറ്റഡ് കുത്തുബ് ഷാഹീസ് ആൻഡ് മെൻഷൻ ദ കണ്ടീഷൻ ഓഫ് ഗോൽക്കൊണ്ട. അദ്ദേഹം കുത്തുബ് ഷാഹീസിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗോൽക്കൊണ്ടയിൽ അന്നൊരു ഡയമണ്ട് മെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. സോ അദ്ദേഹം ഗോൽക്കൊണ്ടയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുത്തുബ് ഷാഹീസിന്റെ അണ്ടറിൽ ഗോൽക്കൊണ്ടയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഇൻഫർമേഷനും ഈ ഫ്രഞ്ച് ട്രേഡർ ആയിരുന്ന ടവർണിയർ നമുക്ക് നൽകുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഫ്രാങ്കോയിസ് ബെർണിയർ. അദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിസീഷ്യൻ ആണ്. ഷാജഹാന്റെ മിലിറ്ററിയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ്, ദർ ഇസ് നോ മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളത്. ഇന്ത്യൻ സൊസൈറ്റിയിൽ മധ്യവർഗം ഇല്ല എന്നുള്ള ഒരു അഭിപ്രായം ഫ്രാങ്കോയിസ് ബേർണിയർ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം മുഗൾ കിങ്സിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ബാർബേറിയൻസിന്റെയും ബെഗേഴ്സിന്റെയും രാജാവ് എന്നുള്ള രീതിയിലാണ്.
കാരണം ഇന്ത്യയിലത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഒരുപാട് ദാരിദ്ര്യമായിട്ടുള്ള ആൾക്കാരെയാണ് ബെർമീർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് രാജാക്കന്മാർ ബെഗേഴ്സിന്റെയും ബാർബേറിയൻസിന്റെയും രാജാവാണ് എന്നുള്ള ആ ഒരു യൂറോപ്യൻ സുപ്പീരിയർ കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഡയലോഗ് ആയിരിക്കണം അതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് പീറ്റർ മണ്ടി. ബ്രിട്ടീഷറാണ്. ഷാജഹാന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ആ കാലഘട്ടത്തിലെ ഫെമൈൻസിനെ പറ്റിയിട്ടും രാജാവിനെതിരെ നടന്നിട്ടുള്ള റിവോൾട്സിനെ പറ്റിയിട്ടൊക്കെ പീറ്റർ മണ്ടി സംസാരിക്കുന്നുണ്ട്. ഈ ഓൾസോ വിസിറ്റഡ് ഗുജറാത്ത് ആൻഡ് ഡെക്കാൻ. ഗുജറാത്തും ഡെക്കാനും ഒക്കെ ഇദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് നിക്കോളോ മനുച്ചി. അദ്ദേഹം ഇറ്റാലിയൻ ആണ്, ഇറ്റാലിയൻ ഡോക്ടറാണ്. ധാരാഷിക്കോഹിന്റെ ആർട്ടിലറിയാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിന് ഒരു ബുക്ക് ഉണ്ട്, സ്റ്റോറി ഓഫ് മുഗൾസ് എന്നുള്ള വർക്ക് നിക്കോളോ മനുച്ചിയുടേതാണ്. ഈ പെർമനന്റ്ലി സെറ്റിൽഡ് ഇൻ ഇന്ത്യ ആൻഡ് ബർഡ് ഹിയർ. ഇപ്പൊ ഇന്ത്യയിൽ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ തന്നെ പെർമനന്റ് സെറ്റിൽഡ് ആയിട്ടുള്ള ഇവിടെ തന്നെ ബറി ചെയ്യപ്പെട്ട ഇറ്റാലിയൻ ട്രാവലർ ആരാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നിക്കോളോ മനുച്ചി. നമുക്ക് അക്ബറിന്റെ കാലഘട്ടത്തിലെ മേജർ ഇൻവേഷൻസ് പറയാം. ഓക്കെ, 1556 അക്ബർ അധികാരത്തിൽ വരുന്നത്. തന്റെ പിതാവായിട്ടുള്ള ഹുമയൂണിന് ശേഷം അക്ബർ വരുന്നു. അപ്പൊ അക്ബറിന് അത്രത്തോളം ഏജ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ബൈരം ഖാൻ ആയിരുന്നു അക്ബറിന് വേണ്ടി ഭരിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ 4 വർഷം. ഈ ഒരു കാലഘട്ടത്തിലാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടൊക്കെ നടക്കുന്നത്. സോ അതിലൊക്കെ ബൈരം ഖാനാണ് അക്ബറിന് വേണ്ടി ലീഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 1560 കൂടി മുഗൾ കോർട്ടിൽ വലിയൊരു ഗൂഢാലോചന നടക്കുകയും ബൈരം ഖാനെ പുറത്താക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ബൈരം ഖാനെ അന്ധനാക്കി മക്കയിലേക്ക് പിൽഗ്രിമേജിന് പറഞ്ഞു വിട്ടു. പോകുന്നവയിൽ ആരോ കൊന്നു. അങ്ങനെ ബൈരം ഖാന്റെ കാലഘട്ടം 1560 അവസാനിച്ചു. പിന്നെ അക്ബറിന്റെ കാലഘട്ടമാണ്. അക്ബർ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. 1560 അക്ബർ എന്ത് ചെയ്തിട്ടുള്ളത്? മിർസ മുഹമ്മദ് ഹക്കീമിനെ പരാജയപ്പെടുത്തുന്നത്. ഈ മിർസ മുഹമ്മദ് ഹക്കീം എന്നുള്ളത് അക്ബറിന്റെ ബ്രദറാണ്. അപ്പൊ ഈ മുഗൾസിന്റെ ഇടയിൽ ഭരിക്കാൻ ഒരു മകൻ വന്നു കഴിഞ്ഞാൽ ഈ ലാൻഡ് ടെറിറ്ററിയെ ബാക്കിയുള്ള സഹോദരങ്ങൾക്കിടയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അങ്ങനെ മിർസ മുഹമ്മദ് ഹക്കീമിന് അക്ബർ കൊടുത്തായിരുന്നു കാബൂളിലെ ഗവർണറായിട്ട് നിർത്തിച്ചു. പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് സ്വയം ഭരണം വേണമായിരുന്നു. സോ അക്ബർ എന്ത് ചെയ്തു? ആ ഒരു റിബലിനെ സപ്രസ് ചെയ്തു. അപ്പൊ ഇദ്ദേഹം കാബൂളിലേക്ക് റിബലിനെ സപ്രസ് ചെയ്യാൻ പോയപ്പോൾ ഡൽഹി ആരെയായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. അത് അദ്ദേഹത്തിന്റെ മദർ ആയിട്ടുള്ള ഹാമിദ ബാനു ബീഗത്തെയാണ് ഡൽഹി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ 1560-61 കാലഘട്ടത്തിൽ അക്ബർ മൽവ പിടിച്ചെടുക്കുന്നുണ്ട്. ബാസ് ബഹദൂറിനെ പരാജയപ്പെടുത്തി മൽവ പിടിച്ചെടുക്കുന്നു. 1563 അക്ബർ മർവാർ പിടിച്ചെടുക്കുന്നു. 1563 തന്നെ അക്ബർ പിൽഗ്രിം ടാക്സ് അബോളിഷ് ചെയ്യുന്നു. 1564 ജസിയ എന്നുള്ള ഒരു നോൺ ഡിസ്ക്രിമിനേറ്ററി ടാക്സ് വിച്ച് വാസ് ഇമ്പോസ് ഓൺ ഹിന്ദുസിന്റെ മേലെ ഇമ്പോസ് ചെയ്യപ്പെട്ട ടാക്സ് ആണ് ജസിയ. അതും അക്ബർ അബോളിഷ് ചെയ്യുന്നു. 1568 ഈ ബിസീജ് ദ ഫോർട്ട് ഓഫ് ചിത്തൂർഗഡ് ആൻഡ് രാജ്പുട്ടാന. അപ്പം അത് മെയിൻ രാജ്പുട്ട് കിങ്ഡം ആയിട്ടുള്ള ചിത്തൂരും രാജ്പുട്ടാനയും അക്ബർ പിടിച്ചെടുക്കുന്നു. ഇനി മെവാർ മാത്രമേ ബാക്കിയുള്ളൂ. മർവാറൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞു. 1571 അദ്ദേഹത്തിന്റെ ഫത്തേപൂർ സിക്രി ഫൗണ്ടേഷൻ, ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫൗണ്ടേഷൻ ഓഫ് ഫത്തേപൂർ സിക്രി. 1573 കോൺക്വസ്റ്റ് ഓഫ് ഗുജറാത്ത് പിടിച്ചെടുക്കുന്നു. ആൻഡ് ഹി പ്ലേസ്ഡ് മിർസ അസീസ് കോക്ക ആസ് ഗവർണർ. അവിടുത്തെ ഗവർണറായിട്ട് മിർസ അസീസ് കോക്കയെ വെക്കുന്നു. 1575 അക്ബറിന്റെ ബുലന്ദ് ദർവാസ കൺസ്ട്രക്ഷൻ. എന്താണ് ഈ ബുലന്ദ് ദർവാസ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? 1573 ഗുജറാത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ഗുജറാത്ത് വിക്ടറി ആഘോഷിക്കാൻ വേണ്ടി അക്ബർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഗേറ്റ് ആണ് ബുലന്ദ് ദർവാസ എന്നുള്ളത്. 1575 അക്ബറിന്റെ ഇബാദത്ത് കാലം വരുന്നത്. അത് 1582 വരെ നിലനിന്ന് പോയി. എന്തുകൊണ്ട് 1582 അവസാനിച്ചു? 1582 അക്ബർ പുതിയൊരു മതവുമായിട്ട് വന്നു, സുൽഹി കുൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദിന്നെ ഇലാഹി എന്നുള്ള രീതി. 1575 ഹി അനക്സഡ് ബംഗാൾ ടു ദ പ്രോവിൻസ് ഓഫ് ബീഹാർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മുഈനും ഖാൻ. ബംഗാളിനെ അനക്സ് ചെയ്തു ടു ദ പ്രോവിൻസ് ഓഫ് ബീഹാർ. അതിനുവേണ്ടി അക്ബറിനെ സഹായിച്ച ആളാണ് മുഈനും ഖാൻ എന്നുള്ളത്. 1576 പ്രസിദ്ധമായിട്ടുള്ള ബാറ്റിൽ ഓഫ് ഹൽദിഗഡ് നടക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ചിത്തൂർഗഡും രജ്പുട്ടാനൊക്കെ പിടിച്ചെടുക്കുമ്പോൾ മെവാർ അവിടെ ബാക്കിയുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ മെവാർ പിടിച്ചെടുക്കാൻ വേണ്ടി നടന്ന യുദ്ധമാണ് 1576 1576 ബാറ്റിൽ ഓഫ് ഹൽദിഗഡി എന്നുള്ളത്. അക്ബർ വേഴ്സസ് മഹാറാണ പ്രതാപാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. 1577 മൻസബ്ദാരി സിസ്റ്റം. 1579 അക്ബറിന്റെ മഹസർ അല്ലെങ്കിൽ ഇൻഫാലിബിലിറ്റി ഡിഗ്രി. 1581 മിർസ ഹക്കീം അഗെയിൻ റിബൽഡ്, ഹി അനക്സഡ് കാബൂൾ. മിർസ ഹക്കീമിന്റെ റിബല്യൻ കാബൂൾ അനക്സ് ചെയ്യുന്നു. അപ്പോൾ ഹിസ് സിസ്റ്റർ ബക്തുനിസ ബീഗം ആസ് ഗവർണർ. അപ്പൊ മിർസ ഹക്കീമിന്റെ ആ ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ കാബൂൾ ആർക്ക് കൊടുത്തു? ബക്തുനിസ ബീഗം എന്നുള്ള അക്ബറിന്റെ സിസ്റ്ററിന് കാബൂൾ കൊടുത്തു. 1582 അക്ബറിന്റെ ദിന്നെ ഇലാഹി വരുന്നത്.
1582 തന്നെയാണ് അക്ബറിന്റെ ജബതി സിസ്റ്റം. ജബതി സിസ്റ്റം എന്നുള്ളത് അക്ബർ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ലാൻഡ് റവന്യൂ അസസ്മെന്റ് സിസ്റ്റം ആണ്. അത് അക്ബറിന് വേണ്ടി ഫ്രെയിം ചെയ്തിട്ടുള്ളത് അക്ബറിന്റെ കീഴിലെ മിനിസ്റ്റർ ആയിരുന്ന രാജാ തൊഡർമാലാണ്. ഓക്കെ. 1584 പേർഷ്യൻ ഫെസ്റ്റിവൽ ആയിട്ടുള്ള നവറോസ് അക്ബർ റിവൈവ് ചെയ്ത് കൊണ്ടുവരും. അത് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് അവസാനിപ്പിച്ചതായിരുന്നു. അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു അക്ബർ. അക്ബർ ഒരു റിലീജിയസ്ലി ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആൻഡ് ഹി ഓൾസോ റീപ്ലേസ് ലൂണാർ കലണ്ടർ വിത്ത് സോളാർ കലണ്ടർ. ഓക്കെ, ലൂണാർ കലണ്ടർ ചന്ദ്രവർഷം മാറ്റി സോളാർ കലണ്ടർ കൊണ്ടുവന്നു. അതിന്റെ പേരാണ് ഇലാഹി സംവദ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ചോദ്യം വരാം, അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കലണ്ടർ ഏതായിരുന്നു എന്നുള്ളത്. അത് ഇലാഹി സംവദ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. 1585 അക്ബർ കാബൂൾ അനക്സ് ചെയ്യുന്നു. 1586 കാശ്മീർ അനക്സ് ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഹസ്തിവഞ്ച്. 1591 സിന്ധ് അനക്സ് ചെയ്യുന്നു. 95 കാന്തഹാർ. 95 ഡിഫീറ്റഡ് ചാന്ദ് ബിബി ഓഫ് അഹമ്മദ് നഗർ. അഹമ്മദ് നഗറിലെ നിസാം ഷാ യൂസഫ് അഹമ്മദ് നഗറിലെ ഒരു പവർഫുൾ വിമൻ ആയിരുന്നു ചാന്ദ് ബിബി എന്നുള്ളത്. അവരെ പരാജയപ്പെടുത്തുന്നു. അക്ബറായിട്ട് നല്ല രീതിയിൽ യുദ്ധം ചെയ്ത് പിടിച്ചു തന്ന ഒരു സ്ത്രീയാണ് ചാന്ദ് ബിബി. 1601 അസിഗഡ് അല്ലെങ്കിൽ ഖണ്ഡേഷ് പിടിച്ചെടുക്കുന്നു. ഇതാണ് അക്ബറിന്റെ കാലഘട്ടത്തിലെ ലാസ്റ്റത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺഗ്രസ് എന്നുള്ളത്. 1601 ജഹാംഗീറിന്റെ റിബല്യൻ. ഓക്കെ. സോ അത്രത്തോളം ഫാക്ടുകളാണ് അക്ബറായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 മറാത്താസിന്റെ ഒഫീഷ്യൽസ് ആണുള്ളത്. ചിറ്റ്നിസ്, ദാബിർ, പണ്ഡിത് റാവു, വാക്യാനാവിസ്. ലിസ്റ്റ് 2 അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ടൈറ്റിൽ എന്താണെന്നുള്ളതാണ്, ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. ഹൗസ് ഹോൾഡ് അഫെയർ, ചാരിറ്റബിൾ ഗ്രാൻസ്, കറസ്പോണ്ടൻസസ്, ഡെൽറ്റ് വിത്ത് ഫോറിൻ അഫയേഴ്സ്. ഓക്കെ, ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ ഓപ്ഷൻസ് ഒരുമിച്ചില്ലാത്തതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യും. എങ്കിലും കുഴപ്പമില്ല, അറിയാവുന്നതൊക്കെ മാച്ച് ചെയ്തോളൂ. വിത്ത് ഓപ്ഷൻ എന്നുള്ളത് ഇവിടെയാണ് ഉള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. A3, B4, C2, D1 എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഒഫീഷ്യൽസിനും അതിന്റെ ടൈറ്റിലും പറഞ്ഞു പോകാം. മറാത്ത അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതൊരു സെൻട്രലൈസ്ഡ് ഓട്ടോക്രാറ്റിക് മൊണാർക്കി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുത്തെ കിങ് ആണ് സെന്റർ ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ സെന്റർ ഓഫ് പവർ എന്നുള്ളത്. ഇനി കിങ്ങിന്റെ ഭരണകാര്യത്തിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8 അംഗ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരെ അഷ്ടപ്രധാൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ. സോ കിങ് വാസ് അസിസ്റ്റഡ് ബൈ എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അഷ്ടപ്രധാൻ. അതിൽ ആരൊക്കെയുണ്ട് അഷ്ടപ്രധാനിൽ? പേഷ്വ എന്നുള്ള പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ഇദ്ദേഹമാണ് ബോത്ത് സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സിന്റെ ഹെഡ് എന്നുള്ളത്. മസുംദാർ എന്നുള്ള ഓഡിറ്റർ ഉണ്ട്. വക്കീൽസ് എന്നുള്ളത് ഇൻചാർജ് ഓഫ് കിങ്സ് പ്രൈവറ്റ് അഫയേഴ്സ്, കിങ്ങിന്റെ പ്രൈവറ്റ് അഫയേഴ്സിന്റെ ചാർജിലുള്ള ആളാണ് വക്കീൽസ് എന്നുള്ളത്. ദാബിർ എന്നുള്ളത് ഫോറിൻ സെക്രട്ടറി ആണ് ദാബിർ. സെർണിസ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസസിന്റെ ആളാണ് സെർണിസ്. പണ്ഡിത് റാവു ആണ് പ്രീസ്ലി ഹെഡ്. അപ്പൊ അതായത് അദ്ദേഹമാണ് എന്തുള്ളവ ചാരിറ്റബിൾ ഗ്രാൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. സേനാപതി എന്ന കമാൻഡർ ഇൻ ചീഫ്, ന്യായാധീശ് എന്ന ചീഫ് ജസ്റ്റിസ്. ഇവരാണ് മറാത്ത അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഷ്ടപ്രധാനിലെ 8 ഒഫീഷ്യൽസും. ഇതാണ് അവരുടെ ഡ്യൂട്ടി എന്നുള്ളത്. ഇത് അങ്ങനെ തന്നെ പഠിച്ചു നോക്കാം. മസുംദാർ ഓഡിറ്റർ ആണ്, വക്കീൽസ് ആണ് പ്രൈവറ്റ് അഫയേഴ്സിന്റെ ആള്, ദാബിർ ഫോറിൻ സെക്രട്ടറി ആണ്, സർവീസ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസസിന്റെ ആളാണ്, പണ്ഡിത് റാവു പ്രീസ്ലി ഹെഡ് ആണ്, സേനാപതി കമാൻഡർ ഇൻ ചീഫ്, ന്യായാധീശ് ജുഡീഷ്യൽ റൂളും. ഓക്കെ. സോ ഇനി ഈ അഷ്ടപ്രധാൻ എന്നുള്ളത് അത് ശിവജിയുടെ ക്രിയേഷൻ അല്ല. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരികയാണെങ്കിൽ അഷ്ടപ്രധാൻ ഇസ് എ ക്രിയേഷൻ ഓഫ് ശിവജി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇതിനു മുന്നേ ഡെക്കാൻ ബേസ്ഡ് റൂളേഴ്സിനൊക്കെ ഈ ഒരു രീതിയിലുള്ള ഒഫീഷ്യൽസും ഈ ഒരു രീതിയിലുള്ള ടൈറ്റിലും കാണാൻ സാധിക്കും. അത് ആബിർ എന്നുള്ളതും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു പേർഷ്യൻ ടച്ച് ഉണ്ട് എന്നുള്ളത്. ഓക്കെ. സോ ഡെക്കാനി റൂളേഴ്സിന്റെ കീഴിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യപ്പെട്ട പോസ്റ്റുകളാണ് പേഷ്വ, മസുംദാർ, വക്കീൽസ്, ദാബിർ എന്നുള്ളതൊക്കെ. ഇനി ഇതിൽ പറയപ്പെട്ട അഷ്ടപ്രധാനിലെ 2 ആൾക്കാർ ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരും മിലിറ്ററി ക്യാമ്പയിൻസ് നടത്താൻ ബാധ്യതരാണ്. ഈ 2 ആൾക്കാരാണ് ആരൊക്കെയാണ്? ഒന്ന് പണ്ഡിത് റാവു എന്നുള്ള റിലീജിയസ് ഹെഡും മറ്റൊരു ന്യായാധീശ് എന്നുള്ള ആ ജുഡീഷ്യൽ ഹെഡുമാണ്. ഇവരൊഴികെ ബാക്കിയുള്ളവരും എന്ത് ചെയ്യണം? മിലിറ്ററി ക്യാമ്പയിൻസ് ചെയ്യണം. ഇനി ശിവജിയുടെ കീഴിൽ ഒരു ഓഫീസും എന്തായിരുന്നില്ല? ഹെറിഡിറ്ററി ആയിരുന്നില്ല, പെർമനന്റും ആയിരുന്നില്ല. എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ആയിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിൽക്കാലത്ത് ശിവജിയുടെ ഭരണത്തിന് ശേഷം ആര് വരുന്നുണ്ട് മറാത്താസില്? അവര് പേഷ്വാസ് വരുന്നു. പേഷ്വാസിന്റെ കാലഘട്ടത്തിൽ എന്താവുന്നുണ്ട്? എല്ലാ രീതിയിലും ഈ ഒരു ഹെറിഡിറ്ററി പോസ്റ്റ് ആയി മാറുന്നുണ്ട്. ഡയറക്റ്റ് പേയ്മെന്റിന് പകരം സരഞ്ചം എന്നുള്ള രീതിയിൽ ലാൻഡ് അസൈൻമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ സരഞ്ചം ഏതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ അത് മറാത്താസിന്റെ അഡ്മിനിസ്ട്രേഷനിലെ ഫീച്ചറാണ് സരഞ്ചം എന്നുള്ളത്. മുഗൾസിന്റെ ജാഗിർ ഒക്കെ പോലെയാണ് സരഞ്ചവും. ഓക്കെ. ഇനി
ഈ പറയപ്പെട്ട ഓരോ അഷ്ടപ്രധാനെയും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി 8 അസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പം പേഷോക്ക് 8 അസിസ്റ്റൻസ്, വാക്യാനാവിസിന് 8 അസിസ്റ്റന്റ്, മസുംദാർ എന്നുള്ള ഓഡിറ്ററിന് 8 അസിസ്റ്റന്റ്, വക്കീൽസ് എന്നുള്ളവർക്ക് 8 അസിസ്റ്റന്റ്. ആ രീതിയിൽ ഓരോ അഷ്ടപ്രധാനിലെ ഓഫീസറിലും 8 അസിസ്റ്റൻസിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് ചിറ്റ്നിസ്. ചിറ്റ്നിസിന്റെ ഡ്യൂട്ടി എന്താണ്? ഹി ഡെൽറ്റ് വിത്ത് ഓൾ ഡിപ്ലോമാറ്റിക് കറസ്പോണ്ടൻസസ് ആൻഡ് റോട്ട് റോയൽ ലെറ്റേഴ്സ്. ലോയൽ ലെറ്റേഴ്സ് എഴുതുക, ഡിപ്ലോമാറ്റിക് കറസ്പോണ്ടൻസസ് ഒക്കെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ചിറ്റ്നിസിന്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ ചിറ്റ്നിസ് ആണ് എന്ത് ചെയ്യേണ്ടത്? പ്രൊവിൻഷ്യൽ ലെവൽ ഓഫീഷ്യൽസിലും ഡിസ്ട്രിക്ട് ഓഫീഷ്യൽസിനൊക്കെ ലെറ്റർ എഴുതുക എന്നുള്ള ഡ്യൂട്ടി, കിങ്ങിന് വേണ്ടി ലെറ്റർ എഴുതുക എന്നുള്ള ഡ്യൂട്ടിയാണ് ചിറ്റ്നിസിനുള്ളത്. പക്ഷെ ഫോർട്ടില് കോട്ട, മറാത്താസിന്റെ ആ ഒരു മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ സെന്റർ ആയിരുന്നു കോട്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കോട്ടയിൽ നിന്ന് വരുന്ന ലെറ്ററിന് റെസ്പോണ്ട് ചെയ്യേണ്ടത് അത് ചിറ്റ്നിസിന്റെ ഡ്യൂട്ടി അല്ല. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒഫീഷ്യൽ ഉണ്ട്, അതാണ് ഫഡ്നിസ്. അപ്പൊ എന്താണ് ഫഡ്നിസിന്റെ ഡ്യൂട്ടി? ഫഡ്നിസിന്റെ ഡ്യൂട്ടി എന്നുള്ളത് റെസ്പോണ്ടിങ് ടു ദ ലെറ്റേഴ്സ് ഓഫ് കമാൻഡേഴ്സ് ഓഫ് ഫോഴ്സ് വാസ് എ ജോബ് ഓഫ് ഫഡ്നിസ്. ഇനി പൊട്നിസ് എന്ന് പറഞ്ഞ മറ്റൊരു ഒഫീഷ്യൽ ഉണ്ട്. അതിന്റെ ഡ്യൂട്ടി എന്നുള്ളത് റോയൽ ട്രഷറിയിലെ ഇൻകവും എക്സ്പെൻഡിച്ചറും നോക്കുക എന്നുള്ളതാണ് പൊട്നിസിന്റെ ഡ്യൂട്ടി. റോയൽ ട്രഷറിയിലെ ഇൻകവും എക്സ്പെൻഡിച്ചറും ഡീൽ ചെയ്യുക എന്നുള്ളതാണ് പൊട്നിസിന്റെ ഡ്യൂട്ടി. ഇനി പോർട്ടാർ എന്ന് പറയുന്ന മറ്റൊരു ഒഫീഷ്യൽ ഉണ്ട്. അയാളുടെ ഡ്യൂട്ടി എന്നുള്ളത് എസ് എ ഓഫീസറാണ്. മീൻസ് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോർട്ടാർ ഡീൽ ചെയ്യേണ്ടത്. ഇനി പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വരികയാണ്, മറാത്താസിന്റെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരികയാണെങ്കിൽ കൺട്രിയെ പ്രാന്ത് എന്നുള്ള രീതിയിൽ പ്രൊവിൻസസുകളായിട്ടും പിന്നെ ഫ്രാൻസിനെ വീണ്ടും തറഫ്സ് എന്നുള്ള രീതിയിൽ ഡിസ്ട്രിക്ട് ലെവലായിട്ടും മൗസാസ് എന്നുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവര് ഹൈറാർക്കി, ഒരു ഓർഡർ ഇങ്ങനെയാണ്. അവിടെ കിങ്ഡം ഉണ്ട്, കിങ്ഡമിനെ പ്രാൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫ്രാൻസിനെ തെർഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, തെർഫ്സിനെ മൗസാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൗസാസ് ആണ് ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി ഫ്രാൻസ് ഈ പ്രൊവിൻസുകളിലുള്ള ഓഫീസേഴ്സ് ആണ് സുബദാറും കർപ്പൂണും. ഓക്കെ, സുബദാറും കർപ്പൂണും ആണ് പ്രൊവിൻഷ്യൽ ലെവലിലുള്ള ഓഫീസേഴ്സ്. ഇതിൽ സുബദാറിന്റെ അണ്ടറിലും 8 ഓഫീഷ്യൽസ് ഉണ്ട്. അവരാണ് ദിവാന്, മസുംദാർ, ഫഡ്നിസ്, സബ്നിസ്, കർഖാനിസ്, ചിറ്റ്നിസ്, ജമാദർ, പൊട്നിസ്. അപ്പൊ ഓരോ പ്രൊവിൻസസിനും എന്തുണ്ട്? ഒരു സുബദാർ ഉണ്ട്. ഓരോ സുബദാറിനും ഈ ഡ്യൂട്ടിയൊക്കെ വഹിക്കാൻ വേണ്ടി 8 ആൾക്കാരുണ്ട്. അപ്പൊ സുബദാറിന്റെ കീഴിൽ ചിറ്റ്നിസ് സുബദാറിന്റെ സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യും. സെൻട്രലിലെ ചിറ്റ്നിസ് കിങ്ങിന് വേണ്ടി ലെറ്റർ ചെയ്യുന്ന പോലെ ഇയാൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും. സുബദാറിന്റെ കീഴിലെ പോട്ട്ദാർ പോലെ എസ് എ കാര്യങ്ങളൊക്കെ നോക്കും. ആ രീതിയിൽ എല്ലാ രീതിയിലും 8 ഒഫീഷ്യൽസ് സുബദാറിന്റെ കീഴിലും ഉണ്ടായിരുന്നു. ഇനി ഒരുപാട് പ്രൊവിൻസസുകൾ, ഒരു നിശ്ചിത നമ്പർ ഓഫ് പ്രൊവിൻസസിനെ ഒരു സർ സുബദാറിന്റെ കീഴിലാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? ശരിക്കും ആ ഒരു ബാലൻസ് ഓഫ് ചെക്ക് അവിടെ ഉണ്ടാവാനല്ലേ, അവര് മെഷർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവര് വാച്ച് ചെയ്യപ്പെടുന്നുണ്ടെന്ന തോന്നലിന് വേണ്ടിയിട്ടാണ് സർ സുബദാർ ഉള്ളത്. അപ്പൊ സർ സുബദാർ എന്ത് ചെയ്യണം? ഈ സുബദാർസ് വർക്ക് ചെയ്യുന്നതൊക്കെ അവര് ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് സർ സുബദാർ അവിടെ ഉള്ളത്. ഇനി തർഫ്സിന്റെ ഓഫീസറാണ് ഹവൽദാർ അല്ലെങ്കിൽ പരിപ്പറ്റ്യദാർ എന്നുള്ളത്. തർഫ്സ് എന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിന്റെ ഹെഡാണ് ഹവൽദാർ അല്ലെങ്കിൽ പരിപ്പറ്റ്യദാർ. പർഗാന എന്നുള്ള ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ഉണ്ട്. അതിലെ ഒഫീഷ്യൽസ് ആണ് ദേശ്പാണ്ഡെ എന്നുള്ള അക്കൗണ്ടന്റും ദേശ്മുഖ് എന്നൊരു മറ്റൊരു ഒഫീഷ്യലും. ഇതിൽ ദേശ്മുഖിന്റെ ഡ്യൂട്ടി എന്നുള്ളത് അദ്ദേഹം അസൈൻ ചെയ്യപ്പെട്ട പർഗാനാസിലെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ദേശ്മുഖിന്റെ ഡ്യൂട്ടി. ഓക്കെ, നെക്സ്റ്റ് മൗസാസ് എന്നുള്ളതാണ്. മൗസാസ് വില്ലേജ് ലെവലാണ്, ലോവസ്റ്റ് യൂണിറ്റ് ആണ്. അവിടെയും 2 ഒഫീഷ്യൽസ് ഉണ്ട്. ഒന്ന് കുൽക്കർണിയാണ്. കുൽക്കർണി ആരാണ്? വില്ലേജ് റെക്കോർഡ് കീപ്പർ ആണ് കുൽക്കർണി. മറ്റൊന്ന് പട്ടീൽ എന്നുള്ള റവന്യൂ കളക്ടർ ആണ്. ഈ രീതിയിൽ 2 ഒഫീഷ്യൽസും മൗസാസിലും ഉണ്ട്. ഓക്കെ, ഇനി ശിവജിയുടെ കീഴിൽ ഒരു ഓഫീസും പെർമനന്റും അല്ലായിരുന്നു, ഒരു ഓഫീസും ഹെറിഡിറ്ററി അല്ലായിരുന്നു. അത് നിങ്ങൾ അങ്ങനെ തന്നെ ബ്രെയിനിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, പിന്നീട് പേഷ്വാസിന്റെ കാലഘട്ടം വരുമ്പോൾ എന്തായി മാറി? പല പോസ്റ്റുകളും ഹെറിഡിറ്ററിയും പെർമനന്റും ആയിട്ട് മാറി തുടങ്ങി. അങ്ങനെ വന്ന ഒരു പോസ്റ്റാണ് ഖാമ വിസ്ദാർ എന്നുള്ളത്, സ്മോൾ പ്രോവിൻസസിന്റെ സുബദാർ. പിന്നെ മംലത്ത്ദാർ എന്നുള്ളത് ബിഗ് പ്രോവിൻസസിന്റെ സുബദാർ. ഇതൊക്കെ ഹെറിഡിറ്ററി പോസ്റ്റുകളായിട്ട് മാറി. ഓക്കെ, ഇനി മംലത്ത്ദാർ എന്നുള്ള ഈ ഒരു ബിഗ് പ്രോവിൻസസിന്റെ സുബദാറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ദർഖദാസ് എന്ന് പറയുന്ന മറ്റൊരു ഒഫീഷ്യലും കൊണ്ടുവന്നു. അത് ഫീമെയിലാണ്. അവിടെ ഹെറിഡിറ്ററി പ്രൊവിൻഷ്യൽ ഓഫീസേഴ്സ് ആയിട്ട് അവരും പിൽക്കാലത്ത് വന്നു. ഓക്കെ, സോ ഇവരെന്ത് ചെയ്യും? ഈ ബിഗ് പ്രോവിൻസസിന്റെ സുബദാർ ആയിരുന്ന മംലത്ദാർ അവർ വർക്ക് ചെയ്യുന്നൊക്കെ വൃത്തിയിൽ തന്നെയാണോ എന്നുള്ള രീതിയിൽ അവരുടെ മേലൊരു ചെക്ക് ആയിട്ടാണ് ഇവർ ആക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. ഇനി മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ, ശിവജിയുടെ കീഴിലെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷനിലേക്ക് വരികയാണെങ്കിൽ ഫോർട്ട് അല്ലെങ്കിൽ കോട്ടകൾ ബേസ് ചെയ്തിട്ടായിരുന്നു കൂടുതലും അഡ്മിനിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഫോർട്ട്സ് വർ ദ പ്രൈം പ്ലേസ് ഓഫ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ.
ശിവജി കൺസ്ട്രക്ടഡ് എ ചെയിൻ ഓഫ് ഫോർട്സ് അറൌണ്ട് 250, ഏകദേശം 250ഓളം കോട്ടകൾ ശിവജി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ കോട്ടയിലും ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു ഹവൽദാർ ഉണ്ടായിരുന്നു, ഒരു സബിനിസ് ഉണ്ടായിരുന്നു, ഒരു സർണോബാറ്റ് ഉണ്ടായിരുന്നു. ഒരു ഹവൽദാർ ഉണ്ട്, ഒരു സബിനിസ് ഉണ്ട്, ഒരു സർണോബാറ്റ് ഉണ്ട്. അപ്പൊ ബിഗ് കോട്ടകളൊക്കെ ആയില്ലെങ്കിൽ അവിടെ 5 മുതൽ 10 വരെ സർണോബാറ്റുകൾ ഉണ്ടാവും. ഇനി എന്താണ് ഹവൽദാറിന്റെ ഡ്യൂട്ടി? ഹവൽദാറിന്റെ ഡ്യൂട്ടി എന്നുള്ളത് ഇൻ ചാർജ് ഓഫ് കീ ഓഫ് ദ ഫോർട്ട്. ആ ഒരു കോട്ടയുടെ താക്കോല് കീപ്പുകാരനാണ്, താക്കോൽ കീ കീപ്പുകാരനാണ് ആര്? ഹവൽദാർ എന്നുള്ളത്. ഈ സബിനിസ് ആണ് അവിടുത്തെ ഈ ഒരു മിലിറ്ററി ആൾക്കാരുണ്ടാവുമല്ലോ, സോ പട്ടാളത്തിന്റെ ഭാഗമായിട്ട് ആൾക്കാർ, അവരുടെ മസ്റ്റർ റോൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും ഗവൺമെന്റിന്റെ കറസ്പോണ്ടൻസസ് ഒക്കെ നോക്കുക എന്നുള്ളതും സബിനിസിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ ആ ഒരു കോട്ട ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കോട്ടയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന, ഫോർട്ടിന്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന പ്രൊവിൻസസിലെ റവന്യൂ എസ്റ്റിമേറ്റ്സ് ലുക്ക് ചെയ്യുക എന്നുള്ളതും സബിനിസിന്റെ ചാർജാണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് സർണോബാറ്റ്. സർണോബാറ്റിന്റെ ഡ്യൂട്ടി എന്നുള്ളത് ആ ഒരു ഫോർട്ടിലെ ആയുധശാല മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ സർണോബാറ്റ് വാസ് ഇൻ ചാർജ് ഓഫ് ദ ഗാരിസൺ. ഗാരിസന്റെ മേലാണ് ആർക്ക് ഡ്യൂട്ടി ഉള്ളത്? സർണോബാറ്റിന് ഡ്യൂട്ടി ഉള്ളത്. ഓക്കെ. ഇതില് all these three officers were of equal status and the rank were frequently transferred. ഇതിലെ എല്ലാ ഓഫീസുകൾക്കും ഈക്വൽ സ്റ്റാറ്റസ്, ഹവൽദാർ ആയാലും സർവീസ് ആയാലും സർണോബാറ്റ് ആയാലും ഇതിൽ ഒരാൾക്ക് മേലെ ഒരാൾ എന്നുള്ള രീതിയിലില്ല. 3 പേർക്കും ഈക്വൽ സ്റ്റാറ്റസ് ആണ്. ഇവരുടെ റോൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ റാങ്ക് എന്ത് ചെയ്യും? ഫ്രീക്വന്റ്ലി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യും? ഈ 3 ആൾക്കാർ പരസ്പരം വിജിലന്റ് ആയി നിൽക്കാൻ, ഇയാളുടെ കാര്യത്തിൽ മറ്റാളുടെ കാര്യത്തിൽ ഇയാളൊക്കെ ഇങ്ങനെ ഐവാസ് ചെയ്തുകൊണ്ടേയിരിക്കാൻ ഈ ഒരു സിസ്റ്റം സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി അവിടെ ഒരു കർഖനീസ് എന്ന് പറയുന്ന ഒരു ഓഫീസറും കൂടി ഫോർട്ടിലുണ്ട്. അപ്പൊ കർഖനീസിന്റെ ഡ്യൂട്ടി എന്നുള്ളത് ടു ടേക്ക് കെയർ ഓഫ് ഗ്രെയിൻ സ്റ്റോർസ് ആൻഡ് അതർ മെറ്റീരിയൽ റിക്വയർമെന്റ്സ്. കോട്ടയിൽ ആവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടെന്നുള്ളതും ബാക്കി ആവശ്യത്തിനുള്ള മെറ്റീരിയൽ റിക്വയർമെന്റ്സും അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കർഖാനീസിന്റെ ഡ്യൂട്ടി. ഓക്കെ. ഇനി ഇത് കൂടാതെ ആ ഒരു ഫോർട്ടിലെ എല്ലാ ദിവസത്തെയും ഇൻകം എക്സ്പെൻഡിച്ചർ എൻ്റർ ചെയ്യുക എന്നൊരു ഡ്യൂട്ടിയും കർഖാനീസിനുണ്ട്. അപ്പൊ ഈ പറയപ്പെട്ട ഫോർട്ട് അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി അഡ്മിനിസ്ട്രേഷനിലെ ഹവൽദാർ ആയിക്കോട്ടെ, സർണീസ് ആയിക്കോട്ടെ, സർണോബാറ്റ് ആയിക്കോട്ടെ, ഖർഖനീസ് ആയിക്കോട്ടെ, ഇവർക്കാർക്കും എന്തില്ല? ആ ഒരു അബ്സല്യൂട്ട് പവർ ഒന്നും ഹെൽഡ് ചെയ്യുന്നില്ല. ഓക്കെ. ഇവരാരുമാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യപ്പെടാം. ഇനി സബിനിസ് ആണ് ഇൻചാർജ് ഓഫ് അക്കൗണ്ട്സ് എങ്കിലും ഇതിൽ ഈ അക്കൗണ്ടിന്റെ ചാർജ് ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിലും ആരുടെ സീല് വേണം? ഖർഖനീസിന്റെ സീല് വേണം. ഹവൽദാറിന്റെ സീലും വേണം, ഖർഖനീസിന്റെ സീലും വേണം. ഇനി ജുഡീഷ്യറി എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മറാത്താസ് ബാക്കിയുള്ള അഡ്മിനിസ്ട്രേഷനൊക്കെ മറാത്താസ് പ്രോപ്പറായിട്ട് നടത്തിയിട്ടുണ്ട്. സെൻട്രലിൽ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന രീതിയിൽ അഷ്ടപ്രധാനുണ്ട്. ഓരോ അഷ്ടപ്രധാനും 8 ഒഫീഷ്യൽസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൊവിൻസ് ആണെങ്കിലും പ്രാന്ത് എന്നുള്ള രീതിയിൽ സുബദാർസ് ഉണ്ട്. പിന്നെ തറഫ്സ് രീതിയിൽ ഹവൽദാർ അല്ലെങ്കിൽ പരിപ്പറ്റിദാർ ഉണ്ട്. മൗസ ലെവലിൽ ഓഫീസേഴ്സ് ഉണ്ട്. ഒക്കെ സെറ്റാണ്. മിലിറ്ററി അഡ്മിനിസ്ട്രേഷനും പക്കയായിരുന്നു. പക്ഷെ ജുഡീഷ്യറിയിൽ മറാത്താസ് ഫെയിൽ ആയിട്ടുണ്ട്. ഓക്കെ. മറാത്താസ് ഫെയിൽ ടു ഡെവലപ്പ് എനി ഓർഗനൈസ്ഡ് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് മറാത്താസിന് ഉണ്ടായിരുന്നില്ല. വില്ലേജ് ലെവലിലാണെങ്കിൽ സിവിൽ കേസസ് ആ വില്ലേജ് എൽഡേഴ്സ് ആണ് തീരുമാനിക്കാം. വില്ലേജ് എൽഡേഴ്സ് ആ സിവിൽ കേസ് കേൾക്കും. ആ സിവിൽ കേസിനുള്ള ഒരു പരിഹാരം ആര് സജസ്റ്റ് ചെയ്യും? വില്ലേജ് എൽഡേഴ്സ് സജസ്റ്റ് ചെയ്യും. അത് ഏതെങ്കിലുമൊക്കെ പട്ടീൽസിന്റെ ഓഫീസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടെമ്പിളിന്റെ മുറ്റത്ത് വെച്ചിട്ടൊക്കെയാണ് അന്ന് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ക്രിമിനൽ കേസ് കേൾക്കാൻ വേണ്ടി പട്ടിയിലുണ്ട്. ഇനി ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് കോർട്ട് എന്നുള്ളത് അത് ഹസാർ മജ്ലിസ് ആണ്. സോ ഹസാർ മജ്ലിസ് വാസ് ദ ഹയസ്റ്റ് കോർട്ട് ഫോർ സിവിൽ ആൻഡ് ക്രിമിനൽ കേസസ്. സിവിൽ കേസിന്റെയും ക്രിമിനൽ കേസിന്റെയും ഒക്കെ ഹയസ്റ്റ് കോർട്ട് ഏതായിരുന്നു? ഹസാർ മജ്ലിസ് ആണ്. അവിടെയുള്ള 2 ഓഫീഷ്യൽസ് ആണ്. ഒന്ന് സഭാ നായക് എന്ന് പറയുന്ന ജഡ്ജ് പ്രസിഡന്റ്. സഭാ നായക് ജഡ്ജ് പ്രസിഡന്റ് ആണ്. മഹാപ്രശ്നിക എന്ന് പറയുന്ന ചീഫ് ഇന്ററോഗേറ്ററും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഖുലാസത്തു ത്വാരിഖ്, റിയാസു സലാത്തിൻ, മുന്തഖാബുൽ ലുബാബ്, സിയാറുൽ മുത്തഖരീൻ. ലിസ്റ്റ് 2 അതിന്റെ ഓതേഴ്സ് ആണുള്ളത്. കാഫി ഖാൻ, ഗുലാം ഹുസൈൻ സാലിം, സുജാൻ റായ്, ഗുലാം ഹുസൈൻ. ഓക്കെ. മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എന്താ ചെയ്യാം? ഡയറക്റ്റ് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. മെഡീവൽ കാലഘട്ടത്തിലെ കുറച്ച് ബുക്സും അതിന്റെ ഓതേഴ്സും പരിചയപ്പെടാം. ആദ്യം ഫസ്റ്റ് ഇതാണ് താരിഖ് യാമിനി, ഉത്തുബിയുടെ വർക്കാണ്. നെക്സ്റ്റ് ഫക്രെ മുദബ്ബിർ അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ മൻസൂറിന്റെ അദാബുൽ ഹർബ് വഷുജാത്ത് എന്നുള്ള വർക്ക് ഉണ്ട്. പിന്നെ തന്നെ ഫക്രെ മുദബ്ബറിന്റെ മറ്റൊരു വർക്കാണ് ഷജറായി അൻസബ് എന്നുള്ളത്. ഹസൻ നിസാമിയുടെ താജുൽ മഹാസിർ, മിൻഹാജ് സുറേ ജുസാനിയുടെ തബാഖത്തിൻ നാസിരി, ഫുത്തൂഹ് സലാത്തിൻ എന്നുള്ള വർക്ക് ഇസാമിയുടേതാണ്. ഖ്വാജ അബ്ദുള്ള മാലിക് ഇസാമി.
താരിഖെ ഫിറോസ് ഷാഹി ജിയാവുദ്ദീൻ ബരാനി, ഫുത്തൂഹത്തെ ഫിറോസ് ഷാഹി ഫിറോസ് ഷാ തുഗ്ലക്. ഈ താരിഖെ ഫിറോസ് ഷാഹി എന്നുള്ള സെയിം ടൈറ്റിൽ രണ്ടാൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് സിയാവുദ്ദീൻ ബരാനിയുടെ ബുക്കാണ്, മറ്റൊന്ന് ഷംസു സിറാജ് അഫീഫിന്റെ വർക്കാണ്. ഓക്കെ. താരിഖെ മുബാറക് ഷാഹി എന്നുള്ള വർക്കുണ്ട്, അത് യഹിയ ബിൻ അഹമ്മദ് സിർഹിന്ദിയുടെ വർക്കാണ്. മത്തില ഉസ്സാദീൻ എന്നുള്ള ട്രാവൽ ലോഗ് ആരുടേതാണ്? അബ്ദുൾ റസാഖ്. നമ്മൾ നേരത്തെ പറഞ്ഞു ദേവരായ സെക്കൻഡിന്റെ കോർട്ടിൽ വിജയനഗരം വിസിറ്റ് ചെയ്തും ജമോറിന്റെ കാലഘട്ടത്തിൽ 1442 കാലിക്കറ്റ് ജമോറിനെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പേർഷ്യൻ അംബാസഡർ ആയിരുന്ന അബ്ദുൾ റസാഖിന്റെ വർക്കാണ് മത്തില ഉസ്സാദീൻ എന്നുള്ളത്. തൂത്സിയുടെ സിയാസത്ത് നാമ, ഇബ്നു ബത്തൂത്തയുടെ റിഹില, മസാലിക്കുൽ അബ്സാർ ഒമാലിക്കൽ അൻസാർ ഷിഹാബുദ്ദീൻ അൽ ഉമരിയുടെ, മിറാത്തി അഹമ്മദി അലി മുഹമ്മദ് ഖാന്റെ വർക്കാണ് ഗുജറാത്ത് സൽത്തനത്തിനെ പറ്റി പറയുന്നു. റാഫിയുദ്ദീൻ അഹമ്മദ് ഷിറാജിയുടെ വർക്കാണ് തസ്കിയത്തുൽ മുലൂഖ്. അലി തബതബയുടെ വർക്കാണ് ബുർഹാൻ മഹാസിൽ. അബ്ദുൽ ഹുസൈൻ തൂണിയുടെ വർക്കാണ് മാസിറൈ മഹ്മൂദ് ഷായി. താരിഖെ മുഹമ്മദി എന്നുള്ളത് മുഹമ്മദ് ബി അഹമ്മദി ഖാന്റെ വർക്കാണ്. ഖൈറെ മജ്ലിസ് എന്നുള്ളത് ഹാമിദ് കലന്തർ. അപ്പൊ ഈ ഖൈറെ മജ്ലിസിന്റെ റെലവൻസ് എന്താണ് ചോദിക്കുന്നത്? അത് മൽഫൂസത്ത് കാറ്റഗറിയിൽ പെടുന്ന വർക്കാണ്. എന്താണ് മൽഫൂസത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സൂഫി വര്യന്മാരുടെ ടീച്ചിങ്സ് ബുക്കായി വരുന്നതാണ് മൽഫൂസത്ത് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മൽഫൂസത്തിന്റെ എക്സാമ്പിൾ ആണ് ഹാമിദ് കലന്തരിയുടെ ഖൈറെ മജ്ലിസ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ അലാവുദ്ദീൻ ഖൽജി അവർ കാലഘട്ടത്തിലെ പ്രസിദ്ധനായിട്ടുള്ള സൂഫിയുമായി നടത്തുന്ന ഒരു സംഭാഷണമാണ് ഖൈറെ മജ്ലിസിന്റെ തീം എന്നുള്ളത്. അപ്പം അലാവുദ്ദീൻ ഖൽജി തന്റെ മാർക്കറ്റ് പോളിസിനെ പറ്റിയിട്ടൊക്കെ അവരോട് കൂടി ആലോചിക്കുന്നുണ്ട്, ഈ സൂഫിയോട് കൂടി ആലോചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ജഫർനാമ എന്നുള്ളത് ഷറഫുദ്ദീൻ അൽ യസ്ദിയുടെ വർക്കാണ്. മിഫ്താഹുൽ ഫുസ്ല എന്നുള്ളത് മുഹമ്മദ് ഷെയ്ഖാബാദിയുടെ വർക്കാണ്. താരിഖെ ജുവൈൻ കുഷ എന്നുള്ളത് അത്താ മാലിക് ജുവൈനിയുടെ വർക്കാണ്. ഇനി അമീർ ഖുസ്രുവിന്റെ വർക്കുകളാണ് കിറാനുസ് സാദിയും, അത് മീറ്റിംഗ് ഓഫ് സുൽത്താൻ കൈക്കുബാദ് ആൻഡ് ബുഗ്രാഖാൻ, കൈക്കുബാദിന്റെയും ബുഗ്രാഖാന്റെയും മീറ്റിംഗ്. ഡൽഹി സൽത്തനത്തിലെ സ്ലേവ് ഡൈനാസിലെ റൂളേഴ്സ് ആണ് അവര്. ഓക്കെ. മിഫ്താഹുൽ ഫുത്തൂഹ് എന്നുള്ളത് ജലാലുദ്ദീൻ ഖൽജിയുടെ വിജയങ്ങളാണ്. ഖസൈനുൽ ഫുത്തൂഹ് എന്നുള്ളത് അലാവുദ്ദീൻ ഖൽജിയുടെ അച്ചീവ്മെന്റ്സ് ആണ്. ഓക്കെ. ആഷിഖ് അല്ലെങ്കിൽ ദേവൽ റാണി കിസിർ ഖാൻ എന്നുള്ള മറ്റൊരു വർക്കുണ്ട് അമീർ ഖുസ്രുവിന്റെ. ന്യൂസിഫോർ എന്നുള്ള വർക്കുണ്ട്, അത് ഇന്ത്യയെ പ്രൈസ് ചെയ്തുകൊണ്ട് എഴുതിയ വർക്കാണ്. ഇതിൽ ന്യൂസിഫോർ എഴുതുമ്പോൾ അതിൽ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഭരണകാലഘട്ടം എന്നുള്ളത് മുബാറക് ഷാ ഖൽജിയുടെ കാലഘട്ടമാണ്. പിന്നെ തുഗ്ലക് നാമയാണ് അമീർ ഖുസ്രുവിന്റെ ലാസ്റ്റ് ക്രിയേഷൻ എന്നുള്ളത്. ഇനി അഫ്സലുൽ ഫവായിദ് എന്നൊരു വർക്കും കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അത് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള നിസാമുദ്ദീൻ ഔലിയക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയ വർക്കാണ് അഫ്സലുൽ ഫവായിദ്. ഇനി മുഗൾ കാലഘട്ടത്തിലെ വർക്കിലേക്ക് വരികയാണെങ്കിൽ ബാബറിന്റെ തുസൂക്കി ബാബുരി, കാനൂണി ഹുമയൂണി എന്നുള്ള വർക്ക് ക്വാണ്ടിമർ, താരിഖി അൽഫി എന്നുള്ള ഒരു വർക്ക് അക്ബറിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെടുന്നുണ്ട്. ഇസ്ലാമിന്റെ 1000 വർഷങ്ങളുടെ ചരിത്രം എന്നുള്ളതാണ് താരിഖി അൽഫിയുടെ റെലവൻസ്. ഉൽബദൻ ബീഗത്തിന്റെ ഹുമയൂൺ നാമ, തസ്കിറത്തെ ഹുമയൂൺ അക്ബർ ബയാസിദ് ബിയാദിന്റെ വർക്കാണ്. ജൗഹർ അഫ്താബ്ജിയുടെ തസ്കിറത്തുൽ വാക്കിയ, അക്ബർ നാമ എന്നുള്ള അബുൽ ഫസലിന്റെ വർക്ക് 3 വോല്യമാണ്. അതിൽ ആദ്യത്തെ വോല്യത്തിൽ അക്ബറിന്റെ ആൻസസ്റ്റേഴ്സിനാണ് പറയുന്നത്. സെക്കൻഡ് വോല്യത്തിൽ അക്ബറിന്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്, അക്ബറിന്റെ 42 വർഷക്കാലത്തെ ചരിത്രമാണ് പറയുന്നത്. തേർഡ് വോല്യത്തിൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്, അതിന്റെ ടൈറ്റിലാണ് ഐനി അക്ബരി എന്നുള്ളത്. ഓക്കെ. സോ അക്ബർനാമ അഫ്സൽ അബുൽ ഫസലാണ് എഴുതിയിട്ടുള്ളത്. 3 വോല്യമാണുള്ളത്. അതിന്റെ ആദ്യത്തെ വോല്യത്തിൽ അക്ബറിന്റെ ആൻസസ്റ്റേഴ്സിനെ പറ്റി പറയുന്നു. സെക്കൻഡ് വോല്യത്തിൽ അക്ബറിന്റെ ഭരണകാലഘട്ടത്തിലെ ഹിസ്റ്ററിയാണ്, അക്ബറിന്റെ 42 വർഷത്തെ ഭരണകാലഘട്ടം പറയുന്നു. തേർഡ് വോല്യത്തിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ തബാക്കത്തി അക്ബരി നിസാമുദ്ദീൻ അഹമ്മദിന്റെ വർക്കാണ്. തുഹ്ഫ എ അക്ബർ ഷാഹി അബ്ബാസ് ഖാൻ സർവാനിയുടെ വർക്കാണ്. ഇനി താരിഖെ അക്ബരി എന്നുള്ളത് മുഹമ്മദ് ആരിഫ് കന്ദഹാരിയുടെ വർക്കാണ്. ഇനി മുന്തഖബത്ത് ത്വാരിഖ് അബ്ദുൽ ഖാദർ ബദയൂണിയുടെ വർക്കാണ്. തുസൂക്കി ജഹാംഗീരി എന്നുള്ളത് ജഹാംഗീറിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. സോ മുഗൾ റൂളേഴ്സിൽ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുള്ള 2 ആൾക്കാരുള്ളത്, ഒന്ന് ബാബറാണ്, മറ്റൊന്ന് ജഹാംഗീറാണ്. ഇനി ഖാസി നൂറുൽ ഹക്കിന്റെ സുബദത്ത് ത്വാരിഖ് എന്നൊരു വർക്കുണ്ട്. താരിഖൈ ഖാനെ ജഹാനിയുടെ താരിഖൈ ഖാനെ ജഹാൻ എന്ന വർക്ക് നേമത്ത് അള്ളാഹ് ഹറാബിയുടെ വർക്കുണ്ട്. പിന്നെ മുത്തമ്മദ് ഖാന്റെ ഇക്ബാൽ നാമ എന്നുള്ളൊരു വർക്കുണ്ട്. പിന്നെ മാസിറി ജഹാംഗീരി ബൈ ഖ്വാജ കങ്കർ ഹുസൈനി, ബദ്ഷാ നാമ എന്ന അബ്ദുൽ ഹമീദ് ലാഹോയുടെ വർക്ക്, അമലൈ സലഹ് അല്ലെങ്കിൽ ഷാജഹാൻ നാമ എന്ന മുഹമ്മദ് സലേ ഖംബോയുടെ വർക്ക്, ഇനായത്ത് ഖാന്റെ ഷാജഹാൻ നാമ എന്ന വർക്ക്, ആലംഗീർ നാമ മിർസ മുഹമ്മദ് ഖാസിമിന്റെ വർക്കാണ്. ഔറംഗസേബിന്റെ ഭരണകാലഘട്ടത്തിലെ ആദ്യ 10 വർഷത്തെ ചരിത്രമാണ് ഈ ആലംഗീർ നാമയിൽ മിർസ മുഹമ്മദ് ഖാസിം എഴുതിയിട്ടുള്ളത്. പിന്നെ സാക്കി മുസ്തൈദ് ഖാന്റെ മാസിറൈ ആലംഗീരി എന്നൊരു വർക്ക്. പിന്നെ താരിഖൈ ഷേർ ഷാഹി അബ്ബാസ് ഖാൻ സർവാനിയുടെ വർക്കാണ്. മാസിറുൽ ഉമറ ഷാനവാസ് ഖാന്റെ വർക്കാണ്. ദിവാന പസന്തിന്റെ റായി ഛത്തർമാൽ,
ദിവാനെ പസന്ത് ഓഫ് റായ് ചത്തർമാൽ, അമാമുല്ല ഹുസൈനിയുടെ ഗഞ്ചൈ പദവൂഡ് എന്നൊരു വർക്കുണ്ട്. ബഹരിസ്ഥാനായി ഖയാബി ഓഫ് മിർസാനാഥന്റെ വർക്കാണ്. മുന്തഖബത്ത് ത്വാരിഖ്, മുന്തഖബത്ത് ലുബാബാണ്. മുന്തഖബത്ത് ലുബാബിന്റെ ഓതർ കാഫി ഖാൻ. ഓക്കെ. നിഷ്ക ഐദുൽ കിഷ് ഓഫ് ബീംസന്റെ വർക്ക്. സോ ഇതാണ് ഇതിൽ ലൈക്ക് ബൈഹാർട്ട് പഠിക്കാൻ തന്നെയാണ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ളത്. മനസ്സിലാക്കി വെക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളത്. സ്പീഡിൽ വായിച്ചു പോയിട്ടേ ഉള്ളൂ. അതിന്റെ അകത്ത് എന്താണ് പറഞ്ഞതൊന്നും നമുക്ക് അധികം കാര്യം ബേസിക്കലി ബുക്സ് ആൻഡ് ഓതേഴ്സ് മാച്ച് ചെയ്യാൻ തന്നെയാണ് ചോദിക്കാറുള്ളത്. ആ രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിറോസ് ഷാ തുഗ്ലക് ഡെവലപ്ഡ് ദാറുൽ ഷിഫ ഇൻ ഡൽഹി ഫോർ വിച്ച് പർപ്പസ്? ഓപ്ഷൻ എ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ലോൺസ്. ഓപ്ഷൻ ബി ഫ്രീ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ. ഓപ്ഷൻ സി കംപ്ലൈന്റ് അഗൈൻസ്റ്റ് ദ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റർ. ഓപ്ഷൻ ഫോർ റെഗുലേറ്റിംഗ് കണ്ടക്ട് ആൻഡ് ബിഹേവിയർ. ഫിറോസ് ഷാ തുഗ്ലക്ക് ദാറുൽ ഷിഫ എന്നുള്ള ഹോസ്പിറ്റൽ ഡൽഹിയിൽ പണി കഴിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രീ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ ഫിറോസ് ഷാ തുഗ്ലക്കെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കീഴിലുള്ള ആമിറി ഹാജിബ് എന്നുള്ള പോസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. എൽഫിൻസ്റ്റോൺ അദ്ദേഹത്തെ അക്ബർ ഓഫ് ഡൽഹി സൽത്തനേറ്റ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് പുതിയ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ദിവാനൈ ബന്ധകൻ എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്ലേവ്സിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ്. ദിവാനൈ ഹൈറത്ത് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. ദിവാനൈ ഇസ്തിഖാക്ക് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് പെൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ദിവാനൈ അമീറാത്ത് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ഷൻ, അഥവാ നമ്മുടെ PWD ഒക്കെ പോലെ. ഇനി അദ്ദേഹം ദാറുൽ ഷിഫ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്താണത്? ഹോസ്പിറ്റലാണ്. അപ്പം ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് എന്ത് ദാറുൽ ഷിഫ ഉണ്ടായത്. ഈ അബോളിഷ്ഡ് 23 ടാക്സസ് ആൻഡ് ഇമ്പോസിംഗ് ഓൺലി 4 ടാക്സസ് ആസ് അലൗഡ് ബൈ ദ ശരിയ. ഈ ഫിറോസ് ഷാ തുഗ്ലക്ക് അധികാരത്തിൽ വരുന്നത് ശരിക്കും ഉലമാസിന്റെയും നോബിൾസിന്റെയും സപ്പോർട്ട് കൊണ്ടാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ മുഴുവൻ അദ്ദേഹം ഉലമാസിനെയും നോബിൾസിനെയും പ്രീതിപ്പെടുത്തി ഭരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉലമാസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 23ഓളം ടാക്സുകൾ അബോളിഷ് ചെയ്തിട്ട് ശരിയ അനുവദിക്കുന്ന 4 ടാക്സുകൾ മാത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഖറാജ് എന്ന ലാൻഡ് ടാക്സ് ഉണ്ട്, ഖുംസ് എന്ന ബാർബൂറ്റയുടെ ടാക്സ് ഉണ്ട്, ജക്കാത്ത് എന്നുള്ളത് ഒരാൾ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ മേലുള്ള ടാക്സ് ഉണ്ട്, ജസിയ എന്നുള്ള ഡിസ്ക്രിമിനേറ്ററി ടാക്സും ഉണ്ട്. ഓക്കെ. ഹി കൺസ്ട്രക്ടഡ് ന്യൂ ടൗൺസ് ലൈക്ക് ഫിറോസാബാദ്, ഹിസാർ, ജോൺപൂർ. ഇനി ഫിറോസ് ഷാ തുഗ്ലക്കിനെ പറ്റി മറ്റൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, അദ്ദേഹം ഇറിഗേഷന് കൊടുത്ത കോൺട്രിബ്യൂഷൻ ആണ്. ടു ഒബ്റ്റെയിൻ കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ ടു ഹിസ് ന്യൂലി കൺസ്ട്രക്റ്റഡ് ടൗൺ ഹിസാർ, ഫിറോസ് ഡെഗ് 2 കനാൽസ് ഫ്രം യമുന റിവറിന് അദ്ദേഹം 2 കനാൽ ഡിഗ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് റജബ്വ, മറ്റൊന്നാണ് ഉലൂഖാനി എന്നുള്ളത്. ഹി ഇമ്പോസ് ഇറിഗേഷൻ ടാക്സ് ആയിട്ട് ഹക്കൈ ഷർബ അദ്ദേഹം ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. 10% ഓഫ് ദ പ്രൊഡ്യൂസ് ആണ് ഹക്കൈ ഷർബ എന്നുള്ളത്. അദ്ദേഹം പുതിയ 5 കനാലുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അൻഹാറൈ അമ്മ എന്നുള്ളത്. ഇനി ഹി റീപെയ്ഡ് അലാവുദ്ദീൻ ഖൽജിയുടെ ഹൗസെ ഹായി എന്നുള്ള ഒരു കനാലും ഇൽത്തുമിഷിന്റെ ഹൗസെ ഷംസി എന്നൊരു കനാലും ഫിറോസ് ഷാ തുഗ്ലക്ക് റീപെയർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫിറോസ് ഷാ തുഗ്ലക്ക് ഇൻട്രൊഡ്യൂസ്ഡ് കോയിൻ സച്ചാസ് ഹസ്ത് ഗണി എന്നുള്ള കോയിൻ, സഹഗണി എന്നുള്ള കോയിൻ, അധ എന്നുള്ള കോയിൻ, ഭീക എന്നുള്ള കോയിൻ. ആൻഡ് ഇൻ 1360 ഹി ഡിസ്ട്രോയ്ഡ് പൂരി ജഗന്നാഥ് ടെമ്പിൾ. അദ്ദേഹത്തിന്റെ ജാജ്നഗർ എക്സ്പെഡീഷന്റെ സമയത്ത് അദ്ദേഹം പൂരി ജഗന്നാഥ് ടെമ്പിൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഫിറോസ് ഷാ തുഗ്ലക്ക്. 1365 അദ്ദേഹം നാഗർകോട്ടിലേക്ക് ഒരു എക്സ്പെഡീഷൻ നടത്തുന്നു. ഈ എക്സ്പെഡീഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് നടക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം നാഗർകോട്ട് എക്സ്പെഡീഷൻ നടത്തി അവിടുത്തെ ജ്വാലമുഖി ടെമ്പിൾ ലൂട്ട് ചെയ്യും, പ്ലണ്ടർ ചെയ്യും. അപ്പൊ ഈ ജ്വാലമുഖി ടെമ്പിളിൽ നിന്ന് ഒരുപാട് മാനുസ്ക്രിപ്റ്റുകൾ ഫിറോസ് ഷാ തുഗ്ലക്ക് കളക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 1300ഓളം സാൻസ്ക്രിറ്റ് മാനുസ്ക്രിപ്റ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ നേതൃത്വത്തിൽ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബുക്കാണ് ദലൈലി ഫിറോസ് ഷാഹി എന്നറിയപ്പെടുന്നത്. ആ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആള് അസീസുദ്ദീൻ ഖാനാണ്. ഓക്കെ. അരിസുദ്ദീൻ ഖാനാണ് ദലൈലൈ ഫിറോസ് ഷാഹി എന്നുള്ളത്. അപ്പൊ ദലൈലൈ ഫിറോസ് ഷാഹി എന്താണ് ചോദിക്കുകയാണെങ്കിൽ ജ്വാലമുഖി ടെമ്പിളിൽ നിന്ന് ഫിറോസ് ഷാ തുഗ്ലക്ക് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന 1300ഓളം വരുന്ന മാനുസ്ക്രിപ്റ്റ്സിന്റെ പേർഷ്യൻ ട്രാൻസ്ലേഷൻ ആണ്. ഓക്കെ. ഇനി 10ാമത്തെ ചോദ്യം, ഹൗ മെനി ഹിൽ ഫോർട്ട്സ് ഡിഡ് ശിവജി ഹാവ് ഇൻ ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ പ്രാന്ത് പൻഹല കറസ്പോണ്ടിങ് വിത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് കൽഹർ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാന്ത് പ്രോവിൻസ് പൻഹല പ്രോവിൻസിൽ എത്രത്തോളം ഹിൽ ഫോർട്ട്സ് ശിവജിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ 15, ബി 14, സി 13, ഡി 12. ഓക്കെ, ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ എ 15 എന്നുള്ളതാണ്. പ്രാന്ത് പൻഹലയിൽ 15ഓളം കോട്ടകളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. സോ വി ഹാവ് കംപ്ലീറ്റഡ് 10 ക്വസ്റ്റ്യൻ വിത്ത് ഇറ്റ്സ് ഡീറ്റെയിൽഡ് അനാലിസിസ് എല്ലാത്തിനും തന്നിട്ടുണ്ട്. ഇനി വരുന്ന ചോദ്യങ്ങളിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ
എന്തായാലും ചോദിക്കും, ഇങ്ങനെ രീതിയിൽ റിപ്പീറ്റേറ്റീവ് മോഡൽ ചോദിക്കാറുണ്ട്. സോ ആ രീതിയിൽ നിങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു, ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു.